നമസ്കാരം. ഹെയ്സൽ ലെങ്കാസ്റ്റർ ആ പറഞ്ഞ വാക്കുകൾ ശരിക്കും ഡസ്റ്റിനെ വല്ലാതങ്ങ് അമ്പരപ്പിക്കുകയാണ്. ഹെയ്സൽ, നീ എന്താ പറഞ്ഞേ? ഡസ്റ്റിൻ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ സിംസൺ സാമുവൽ തോംസണ് ഒരു ചെറിയ കുഴപ്പമുണ്ട്. സുന്ദരന്മാരായ ആണുങ്ങളോട് അയാൾക്കൊരു താല്പര്യമുണ്ടെന്നാണ് ആളുകളൊക്കെ പറയുന്നത്. ഡസ്റ്റിനെ കാണാൻ നല്ല രസമല്ലേ? എനിക്ക് ഉറപ്പാ ഡസ്റ്റിനെ കണ്ടാൽ സിംസന് ശരിക്കും ഇഷ്ടമാവും. ഹെയ്സൽ അത് പറയുമ്പോൾ അവളുടെ ചുണ്ടുകളിൽ ഒരു ചിരിയുണ്ട്. അത് കണ്ടതും ഡസ്റ്റിൻ ഹെയ്സലിനോട് ചോദിച്ചു, ഹെയ്സൽ, നീ തമാശ പറയരുത്. ഡസ്റ്റിൻ, ഇത്തരം വിഷയങ്ങളിൽ ഞാൻ തമാശ പറയുമോ? ബി സീരിയസ് മാൻ. ഹെയ്സൽ അത് പറഞ്ഞതും ശരിക്കും സീരിയസ് ആയിട്ട് തന്നെയാണ്. പക്ഷെ അങ്ങനെ അവൾ പറയുമ്പോഴും അവളുടെ കണ്ണുകളിലെ ആ കുസൃതി ചിരി നമുക്ക് കൃത്യമായി കാണാം. ഹെയ്സൽ, ഡസ്റ്റിൻ ഹെയ്സലിനോട് ചൂടായി എന്തോ പറയാൻ പോയതും ഹെയ്സൽ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ദേ അയാൾ വരുന്നു. ഹെയ്സൽ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ഡസ്റ്റിൻ നോക്കുമ്പോൾ ഒരു ടീം ആ റെസ്റ്റോറന്റിന്റെ രണ്ടാമത്തെ നിലയിലേക്ക് കടന്നു വരികയാണ്. അവിടെ അനവധി മുറികളുണ്ട്. അതിലുള്ള ഒരു മുറിയുടെ നേരെയാണ് ആ ടീം നടക്കുന്നത്. ആ നടക്കുന്ന ടീമിന്റെ മുന്നിൽ സുമുഖനായ, മുടി നീട്ടി വളർത്തിയ ഒരു ചെറുപ്പക്കാരനുണ്ട്. കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്നു പോകുന്നത്ര സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. അത് മനോഹരമായി ഡ്രസ്സ് ചെയ്ത് രാജകീയമായ സ്റ്റെപ്പുകളോടെ ആ ചെറുപ്പക്കാരൻ ആ പ്രൈവറ്റ് മുറിയിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു ടീം അയാളെ അനുഗമിക്കുകയാണ്. ആ ടീമിൽ നിന്ന് കുറച്ച് ആളുകൾ മുറിക്കകത്തേക്ക് കയറി. ബാക്കിയുള്ള ആളുകൾ ആ മുറിയുടെ പുറത്ത് അങ്ങനെ നിൽക്കുകയാണ്. മുറിയുടെ പുറത്ത് നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർ അകത്തേക്ക് പോയ ആ ചെറുപ്പക്കാരന്റെ സെക്യൂരിറ്റി ഗാർഡുകളാണെന്ന്. ആ ഗാർഡുകളുടെ നിൽപ്പും അതുപോലെ ഭാവവും അവർ എലൈറ്റ് ആണെന്ന് നമ്മളോട് പറയാതെ പറയുകയാണ്. ആ ഗാർഡുകൾക്ക് സമൂഹത്തിൽ നല്ല വിലയുണ്ടെന്ന് അർത്ഥം. അതുമാത്രമല്ല, മാർഷൽ ആർട്സിലും അവർ പ്രാവീണ്യമുള്ളവരാണ്. ആ ഒരു തോന്നൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഡസ്റ്റിനും അതുപോലെ ഹെയ്സലിനും ഉണ്ടായി. ഹെയ്സൽ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ആ മനുഷ്യനെയാണ് നമുക്ക് സ്വാധീനിക്കേണ്ടത്. ഹെയ്സൽ, എനിക്ക് എന്റെ ശരീരം വിറ്റുള്ള പരിപാടിയൊന്നും പറ്റില്ല. ഡസ്റ്റിൻ ശരിക്കും ഭയന്നിട്ട് തന്നെയാണ് ആ വാചകം പറഞ്ഞത്. അത് കേട്ടതും ഹെയ്സൽ ഒന്ന് ചിരിച്ചു. ചിരിച്ചിട്ട് ഹെയ്സൽ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, അതൊക്കെ ഡസ്റ്റിന് മിടുക്ക് പോലെ ഇരിക്കും. എന്തായാലും എനിക്ക് ഉറപ്പാണ് ഡസ്റ്റിൻ വിചാരിച്ചാൽ നടക്കും. ഹെയ്സൽ ലേശം കുസൃതി കലർന്ന ചിരിയോടുകൂടിയാണ് ആ കാര്യം ഡസ്റ്റിനോട് പറഞ്ഞത്. ഹെയ്സൽ അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ ഹെയ്സലിനോട് ചോദിച്ചു, ഹെയ്സൽ, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഡസ്റ്റിൻ, അതല്ലേ ഞാൻ പറഞ്ഞത്, അയാൾക്ക് പെണ്ണുങ്ങളെ അത്ര ഇഷ്ടമല്ല, അയാൾക്ക് ഇഷ്ടം ആണുങ്ങളെയാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഡസ്റ്റിനോട് പറയുന്നത്. ഹെയ്സൽ പറയുന്ന കാര്യം ഡസ്റ്റിൻ ഇപ്പോൾ വ്യക്തമാണ്. സുന്ദരിയായ ഹെയ്സൽ വിചാരിച്ചാൽ സ്വാഭാവികമായും തോംസനെ വീഴ്ത്താൻ പറ്റേണ്ടതാണ്. പക്ഷെ തോംസൺ സുന്ദരികളെ മൈൻഡ് ചെയ്തേ ഇല്ല എന്നുള്ള കാര്യം ഹെയ്സൽ വ്യക്തമാക്കിയപ്പോൾ ഡസ്റ്റിന് മുന്നിൽ വേറെ മാർഗമില്ല. ഡസ്റ്റിൻ ഹെയ്സലിനൊന്ന് നോക്കിയിട്ട് തോംസൺ കയറിപ്പോയ മുറിയുടെ നേരെ നടന്നു. ഡസ്റ്റിൻ ആ മുറിയുടെ നേരെ നടക്കുമ്പോൾ ഹെയ്സലിന്റെ കണ്ണുകളിൽ ശരിക്കും രസകരമായ ഒരു ചിരി തെളിയുകയാണ്. അവളുടെ മുഖത്ത് ചിരിങ്ങനെ പൊട്ടി വരികയാണ്. ഡസ്റ്റിൻ റൈസ് നടന്ന് ആ പ്രൈവറ്റ് മുറിയുടെ മുന്നിലെത്തി. അവിടെ കുറച്ച് ഗാർഡുകൾ അങ്ങ് നിൽക്കുകയാണ്. ഗാർഡുകൾ ഡസ്റ്റിനെ കണ്ടതും ഡസ്റ്റിനോട് ചോദിച്ചു, എന്താ വേണ്ടേ? എനിക്ക് മിസ്റ്റർ സിംസൺ തോമസിനോട് ഒന്ന് സംസാരിക്കണം. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ഇല്ല, എന്നാലും എനിക്ക് സംസാരിക്കണം. യങ്മാൻ, അങ്ങനെ ഞങ്ങളുടെ മാസ്റ്ററോട് സംസാരിക്കാൻ പറ്റില്ല. മുൻകൂർ അനുവാദം വാങ്ങാതെ നിങ്ങൾക്ക് ഒരിക്കലും അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. എനിക്ക് അത്യാവശ്യമാണ്, ഒരു ബിസിനസ് സംസാരിക്കാനാണ്. നോക്കൂ സുഹൃത്തെ, നിങ്ങൾ എന്ത് ബിസിനസ് സംസാരിക്കാനാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് നിങ്ങളെ അകത്തേക്ക് കടത്തിവിടാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? എനിക്ക് മിസ്റ്റർ സിംസനെ കണ്ടേ പറ്റൂ. നിന്നോട് മര്യാദയ്ക്കാ പറഞ്ഞത്, അകത്തേക്ക് പോകാൻ പറ്റില്ല എന്ന്. ആ സെക്യൂരിറ്റി ഗാർഡുകളുടെ സംസാര ശൈലി ലേശം കടുപ്പമായി മാറുകയാണ്. അവർ ആദ്യം വളരെ മയത്തിലാണ് ഡസ്റ്റിനോട് സംസാരിച്ചത്. ഡസ്റ്റിൻ വീണ്ടും നിർബന്ധം പിടിച്ചപ്പോൾ അവരുടെ സംസാരം സ്വാഭാവികമായും ഒന്ന് കടുത്തതാണ്. ഡസ്റ്റിൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തു പറഞ്ഞാലും ശരി, എനിക്ക് കയറി കണ്ടേ പറ്റൂ. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ മുന്നോട്ട് നടക്കാൻ പോയതും ആ സെക്യൂരിറ്റി ഗാർഡുകൾ പെട്ടെന്ന് ഒരു വരിയായിട്ട് അങ്ങ് അണിനിരുന്നു. അവിടെ എല്ലാം കയ്യിൽ ഇപ്പോൾ ഒരു ബാറ്ററുണ്ട്. ഇലക്ട്രിക് ബാറ്ററാണ്. നീളമുള്ള ഒരു വടിയാണ്. പക്ഷെ ആ വടി ഉപയോഗിച്ച് അടിക്കുമ്പോൾ അടി കൊള്ളുന്ന ആളുടെ പുറത്ത് കറണ്ട് അടിക്കും. ആ ഇലക്ട്രിക് ബാറ്റൺ ഉയർത്തി കാണിച്ചിട്ട് ആ 1/2 ഡസൻ വരുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ ഡസ്റ്റിനോട് പറഞ്ഞു, അടി വാങ്ങണ്ടെങ്കിൽ നീ സ്ഥലം വിട്. അങ്ങനെ അവന്മാർ ഡസ്റ്റിനോട് പറയുമ്പോൾ സ്വാഭാവികമായും ഡസ്റ്റിൻ പിന്തിരിഞ്ഞു പോകുമെന്ന് അവർക്കറിയാം. പക്ഷെ അവന്മാരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഡസ്റ്റിൻ പെട്ടെന്ന് വലത് കൈ ഉയർത്തുകയാണ് ചെയ്തത്. ആ വലത് കൈ ഉയർത്തിയ ഡസ്റ്റിൻ ഇടത്തുനിന്ന് വലത്തോട്ട് കൈയൊന്ന് ചലിപ്പിച്ചതും അത്ഭുതകരമായ ആ കാര്യം സംഭവിച്ചു. ഡസ്റ്റിന് മുന്നിലുണ്ടായിരുന്ന ആ 6 ടീം ശരിക്കും നിശ്ചലരായി പോവുകയാണ്. അവർ പലരുടെയും കൈകൾ ആ ബാറ്ററുമായി ആകാശത്തേക്ക് നിൽക്കുകയാണ്. ഡസ്റ്റിനെ അടിക്കാനായി കൈ ഉയർത്തിയ ആളുകൾ, മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയ ആളുകൾ, ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ ഒക്കെ ആ 6 ടീമിലുണ്ട്.
ആ 6 അംഗ ടീമിന്റെയും കഴുത്തിലേക്ക് ഓരോ നീഡലുകൾ തറച്ചു കയറിയിരിക്കുകയാണ്. ശരിക്കും ആ 6 അംഗ ടീമിന് എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയുമില്ല. ഡസൻ ഡൈസ് മുന്നോട്ട് നടക്കുകയാണ്. നടുക്ക് സ്തംഭിച്ചു നിൽക്കുന്ന ആ 2 സെക്യൂരിറ്റി ഗാർഡുകളെ 2 വശത്തേക്കായി തള്ളി മാറ്റിയിട്ട് ഡസൻ ആ മുറിയുടെ ഡോറിൽ ഒന്ന് തള്ളുകയാണ്. 2 ഭാഗത്തേക്കായി തുറക്കുന്ന ഡോറാണ് അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഡസൻ ആ ഡോറിൽ ഇങ്ങനെ പ്രസ് ചെയ്തതും ആ ഡോറ് 2 ഭാഗത്തേക്കായി അങ്ങ് തുറന്നു. ആ ഡോറ് 2 ഭാഗത്തായി തുറക്കുന്ന ആ നിമിഷത്തിൽ ഡസൻ ഇടത് കാല് ആ മുറിക്കകത്തേക്ക് വെക്കുകയാണ്. ആ നിമിഷത്തിലാണ് ശരിക്കും ഒരു മിന്നൽ ഡസന്റെ കണ്ണിന്റെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു വന്നത്. ഒരു കത്തി ഡസന്റെ കഴുത്തിന് നേരെ കണ്ണഞ്ചിക്കുന്ന വേദിയിൽ കടന്നു വരികയാണ്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന സ്പീഡാണ് ആ കത്തിക്കുള്ളത്. ആ കത്തി ഡസന്റെ കഴുത്തിൽ തൊട്ടില്ലെന്നായതും ഡസൻ പെട്ടെന്ന് പുറകോട്ടും ഒഴിഞ്ഞു. അമ്പരപ്പിക്കുന്ന വേഗതയാണ് ഡസന്റെ റിഫ്ലക്സ് ആക്ഷൻ ഉള്ളത്. ഡസൻ ഒന്ന് പുറകോട്ട് ആഞ്ഞതും ആ കത്തി ഡസന്റെ കഴുത്തിൽ തൊട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കടന്നുപോയിട്ട് മറുഭാഗത്തേക്ക് തുറന്നിരിക്കുന്ന വാതിൽ അങ്ങനെ തൊട്ടു പോവുകയാണ്. ആ കത്തി ആ വാതിലിൽ അങ്ങനെ തൊട്ടുപോയതും വാതിൽ 2ആയി മുറിഞ്ഞു. ആ വാതിൽ 2ആയി മുറിഞ്ഞു എന്ന് മാത്രമല്ല, ആ കത്തിയുടെ മുന ആ വാതിലിൽ ചേർന്നിരിക്കുന്ന ചുവരെ കൊണ്ട് ചുവരിൽ നിന്ന് കട്ടയും സിമന്റും എല്ലാം കൂടി അടർന്ന് താഴേക്ക് വീണു. ശരിക്കും അൺബിലീവബിൾ എന്ന് പറയാൻ കഴിയുന്ന ശൈലിയിൽ ഒരു ശക്തി ആ കത്തിയിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ചുവരിൽ നിന്ന് മണ്ണും സിമന്റും ഒക്കെ അടർന്ന് താഴെ വീഴുന്ന ആ നിമിഷത്തിൽ അടർന്നുപോയ വാതിലിന്റെ മുകൾ ഭാഗം കൂടി താഴേക്ക് വീണു. ഈ നിമിഷത്തിൽ ഡസന് നേരെ കത്തി ഉപയോഗിച്ച ആളെ ഡസൻ കൃത്യമായി കണ്ടു. ഒരു ചെറുപ്പക്കാരിയാണ് ഡസന് നേരെ കത്തി ഉപയോഗിച്ചിരിക്കുന്നത്. ട്രാക്ക് സ്യൂട്ട് അണിഞ്ഞ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി. ആ ചെറുപ്പക്കാരിയുടെ വേഗത ഡസനെ ശരിക്കും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോ ഒരു അമ്പരപ്പ് ആ ചെറുപ്പക്കാരിയുടെ മുഖത്തുമുണ്ട്. അവളുടെ ആ കത്തിയുടെ ദിശയിൽ നിന്ന് സാധാരണഗതിയിൽ ഒരു മനുഷ്യനും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇവിടെ ദാ ഒരാൾ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. ആ തോന്നൽ അവൾക്കുണ്ടായതും ഡസൻ അവളോട് പറഞ്ഞു, ഏയ് ഞാൻ ശല്യം ചെയ്യാൻ വന്നതല്ല, ഞാൻ മിസ്റ്റർ സിംസണോട് ഒരു ബിസിനസ് സംസാരിക്കാൻ വന്നതാണ്. ഡസൻ അത്രയും പറയുമ്പോഴേക്കും ആ ലേഡി വീണ്ടും കത്തി ഡസനെതിരെ വീശിക്കഴിഞ്ഞു. വലത് കൈയിലുള്ള ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് അവൾ ഇടത്തുനിന്ന് വലത്തോട്ട് ഡസന് കഴുത്തിനേരെ ഒന്ന് ആഞ്ഞു വീശിയതും പുറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഏയ് സ്റ്റോപ്പ് ഇറ്റ് എന്ന വാക്ക് തൊട്ട് പുറകിൽ നിന്ന് കേൾക്കുമ്പോഴേക്കും ആ കത്തി ഡസന്റെ കഴുത്തിന്റെ തൊട്ടടുത്ത് എത്തിയിരുന്നു. പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ ലൈറ്റ് അണയുന്നത് പോലെ ആ കത്തി അവിടെ നിന്നു. ആ യുവതി ആ കത്തി വേഗം പിൻവലിച്ച് അവളുടെ ഇടുപ്പിന്റെ ഭാഗത്ത് കത്തി ഇടുന്ന ഒരു ഉറയുണ്ട്, ആ ഉറയിലേക്ക് അങ്ങ് വെക്കുകയും ചെയ്തു. അതിനുശേഷം അവൾ ഒരു സ്റ്റെപ്പ് പുറകോട്ട് മാറി. ഈ സമയത്ത് അകത്ത് നിന്ന് സിംസൺ തോംസൺ ഡസ്റ്റോട് ചോദിച്ചു, ഏയ് യങ്മാൻ, നീ ആൾ മിടുക്കനാണല്ലോ. അന്നയുടെ കഥയിൽ നിന്ന് സാധാരണഗതിയിൽ ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. നിനക്കത് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം നീ ആള് മിടുക്കനാണെന്നാണ്. നീ നിന്റെ ജീവൻ പണയപ്പെടുത്തിയാണ് എന്നെ കാണാനായി അകത്തേക്ക് വന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും കാര്യം കാണും. പ്ലീസ് കം. സിംസൺ സാമുവൽ തോംസൺ അങ്ങനെ പറഞ്ഞപ്പോ ഡസന് ഒരു ആശ്വാസമായി. ഡസൻ ശ്വാസം നേരെ വിടുന്ന അപ്പോഴാണ്. ഡസന്റെ കഴുത്തിന് തൊട്ടു മുന്നിൽ അന്നയുടെ ആ കത്തി എത്തിയപ്പോൾ ഡസന് ഒരു കാര്യം ഉറപ്പാണ്, തന്നെ എതിരിട്ട ആ യുവതി ശരിക്കും ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്. അതിന്റെ അർത്ഥം ഡസന്റെ ദേഹത്ത് ആ കത്തി തൊട്ടാൽ ഡസൻ ഗ്രാൻഡ് മാസ്റ്ററായ അന്നെ നേരിടേണ്ടി വരുമെന്നാണ്. അവിടെ സ്വാഭാവികമായിട്ടും ഒരു ഉഗ്രം ഫൈറ്റ് നടന്നനെ. അതാണ് ഇപ്പോൾ ഒഴിവായിരിക്കുന്നത്. ആ ഒരു ആശ്വാസം ഡസനുണ്ട്. ഡസൻ സിംസണോട് പറഞ്ഞു, മിസ്റ്റർ സിംസൺ, ഞാൻ സത്യത്തിൽ താങ്കളെ കാണാൻ വന്നത് ഒരു ബിസിനസ് സംസാരിക്കാനാണ്. ബിസിനസ്സോ? മിസ്റ്റർ, നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ഡസ്റ്റൻ. ആ മിസ്റ്റർ ഡസ്റ്റൻ, ബിസിനസ് എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ആളുകൾ വരാറുണ്ട്. ഞാൻ തോംസൺ കുടുംബത്തിലായതുകൊണ്ട് എന്റെ കയ്യിൽ പണം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടാണ് പലരും വരിക. വരുന്നവരൊക്കെയും ഇൻവെസ്റ്റ്മെന്റ് എന്നെ കൊണ്ട് ചെയ്യിക്കാനാണ് ശ്രമിക്കുക. ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിനും ഞാൻ തയ്യാറല്ല. പണമുള്ള ആളുകളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഏതെങ്കിലും സ്കീമിൽ ചേർക്കുക എന്നുള്ളത് ലോകത്ത് എല്ലായിടത്തും ഉള്ള കാര്യമാണ്. നിങ്ങളുടെ പണം ഇത്ര മടങ്ങായി ഇത്ര നാളുകൊണ്ട് വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞ് പണമുള്ള ആളുകളുടെ പണത്തെ ഏതെങ്കിലും സ്കീമിലേക്ക് കൊണ്ടുവരാൻ ഒരു വിരുദ്ധ തന്നെ പലർക്കുമുണ്ട്. ചിലർ അവരെ കൊണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക ബിസിനസ്സുകളിലായിരിക്കും, ചിലർ റിയൽ എസ്റ്റേറ്റിലായിരിക്കും, ചിലർ നെറ്റ്വർക്ക് പോലുള്ള സംവിധാനങ്ങളിലായിരിക്കും. എന്തെങ്കിലുമൊക്കെ സംവിധാനത്തിൽ പണം ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാൻ ചില ആളുകൾക്ക് വലിയ കഴിവാണ്. ഇവിടെ സിംസൺ സാമുവൽ തോംസനെ ആ ശൈലിയിൽ അനവധി ആളുകൾ സമീപിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കാം സിംസൺ അങ്ങനെ പറഞ്ഞത്. സിംസൺ പറഞ്ഞത് കേട്ടതും ഡസൻ സിംസണോട് പറഞ്ഞു, ഏയ് മിസ്റ്റർ സിംസൺ, ഞാൻ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമൊന്നും പറയാൻ വന്നതല്ല. സത്യത്തിൽ ഞാൻ പറയാൻ പോകുന്ന ബിസിനസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയേ വേണ്ട. ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ടാത്ത ബിസിനസ്സോ? മിസ്റ്റർ ഡസൻ, അതെന്ത് ബിസിനസ്സാ? മിസ്റ്റർ സിംസൺ, ഞാൻ ഒരു ഓയിൻമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്.
മുറിവിലേക്ക് പുരട്ടാൻ പറ്റുന്ന ഓയിൻമെന്റാണ്. ആ ഓയിൻമെന്റിന്റെ ബിസിനസിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ യഥാർത്ഥത്തിൽ സിംസിനെ കാണണമെന്ന് വിചാരിച്ചത്. ഡസ്റ്റിൻ, നിങ്ങൾ എന്തായി പറയുന്നത്? ഇവിടെ മുറിവിൽ പുരട്ടാൻ കഴിയുന്ന ഓയിൻമെന്റുകൾക്ക് എന്ത് സാധ്യതയുള്ളത്? എല്ലാ കമ്പനികളും ആ ശൈലിയിൽ മരുന്ന് ഇറക്കുന്നതല്ലേ, പിന്നെ അതിനകത്ത് എന്ത് ബിസിനസ് ആയിരിക്കുന്നത്? മിസ്റ്റർ സിംസൺ, ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഓയിൻമെന്റിന് ശരിക്കും ഒരുപാട് പ്രത്യേകതയുണ്ട്. ഈ ഓയിൻമെന്റ് നമ്മുടെ മുറിവിലെ രക്തം വേഗം നിലപ്പിക്കും, മുറിവ് വേഗം കരിപ്പിക്കും, അതുപോലെ പാടുണ്ടെങ്കിൽ പാട് പോവിക്കുകയും ചെയ്യും. ഡസ്റ്റിൻ, നിങ്ങളീ പറയുന്നത് കേട്ടാൽ ഇതൊരു മാന്ത്രിക മരുന്നാണെന്ന് തോന്നുമല്ലോ. മാന്ത്രിക മരുന്നിന്റെ കഥ പറഞ്ഞുകൊണ്ട് പലരും എന്നെ സമീപിക്കാറുണ്ട്. അതാണ് ഉദ്ദേശമെങ്കിൽ മിസ്റ്റർ ഡസ്റ്റിൻ, അതൊന്നും നടക്കത്തില്ല. മിസ്റ്റർ സിംസൺ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. സാധാരണഗതിയിൽ ആരും വിശ്വസിക്കത്തില്ല. എന്നാലും ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഡസ്റ്റിൻ റൈസ് ആ ടേബിളിന്റെ മുകളിൽ നിന്ന് ഒരു ഫോർക്ക് വലിച്ചെടുത്തിട്ട് ഡസ്റ്റിൻ റൈസിന്റെ കയ്യിൽ ഒറ്റ വര. ശരിക്കും ശക്തമായ ആ ഫോർക്ക് കൊണ്ട് കയ്യിൽ വരച്ചതും ഡസ്റ്റിന്റെ കയ്യിൽ നിന്ന് കൂടുകൂടാ ചോര ഒലിച്ചു തുടങ്ങി. സിംസൺ തോംസൺ ശരിക്കും അമ്പരന്ന് പോയെന്ന് പറയാം. സിംസൺ അമ്പരന്ന് ഡസ്റ്റിനെ നോക്കുന്നതും ഡസ്റ്റിൻ പച്ച നിറത്തിലുള്ള ആ ഓയിൻമെന്റ് പുറത്തെടുത്തു. ആ ഓയിൻമെന്റ് ഡസ്റ്റിൻ ആ കയ്യിൽ തേച്ച് പിടിപ്പിച്ചു. അതിനുശേഷം ഡസ്റ്റിൻ സിംസണോട് പറഞ്ഞു, മിസ്റ്റർ സിംസൺ, കൃത്യം 30 മിനിറ്റ്, അതാണ് എനിക്ക് വേണ്ട സമയം. 30 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ ഈ ബോഡിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ 30 മിനിറ്റ് കഴിയുമ്പോൾ താങ്കൾക്ക് എൻ്റെ മരുന്നിന്റെ ഗുണത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. തികച്ചും അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ തന്റെ മുന്നിൽ വന്നിരുന്നിട്ട് കൈ മുറിച്ചതും ആ മുറിവിൽ പച്ച നിറത്തിലുള്ള ഒരു ക്രീം പുരട്ടിയതും ലേശം കൗതുകത്തോടെയാണ് സിംസൺ കണ്ടത്. സിംസൺ ആ കൗതുകത്തോടുകൂടി ഡസ്റ്റിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. ശരിക്കും സുന്ദരനാണ് സിംസൺ സാമുവൽ തോംസൺ. സുന്ദരനായ സിംസൺ കൗതുകത്തോടെ ഡസ്റ്റിനെ നോക്കുന്ന കണ്ടപ്പോൾ ഡസ്റ്റിന് ഒരു ചമ്മൽ. ഹെയ്സൽ ഡസ്റ്റിനോട് വളരെ വ്യക്തമായി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ തോംസന് പുരുഷന്മാരോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന്. ഡസ്റ്റിനെ തല മുതൽ കാൽപാദം വരെ സിംസൺ സാമുവൽ അങ്ങനെ ഒന്ന് വീക്ഷിക്കുകയാണ്. ഏതാണ്ട് ഒരു സ്കാനിങ് നടത്തുകയാണെന്ന് പറയാം. ഡസ്റ്റിന്റെ ദേഹത്തുകൂടി സിംസന്റെ കണ്ണുകൾ അങ്ങനെ ഇഴഞ്ഞു നടക്കുമ്പോൾ ഡസ്റ്റിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം ഉണ്ടാവുകയാണ്. എതിരിരിക്കുന്ന ചെറുപ്പക്കാരന്റെ നോട്ടം അത്ര ശരിയല്ലല്ലോ എന്നൊരു തോന്നൽ ഡസ്റ്റിനുണ്ട്. ഡസ്റ്റിന് ശരിക്കും അസ്വസ്ഥ വരികയാണ്. എന്തായാലും ഡസ്റ്റിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ 30 മിനിറ്റുകൾ ഒരു യുഗം പോലെയാണ് ആ മുറിയിൽ കടന്നുപോയത്. ഡസ്റ്റിൻ ആ മരുന്നിനെ കുറിച്ച് പല കാര്യങ്ങളും സിംസനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും സിംസന്റെ ശ്രദ്ധ മുഴുവൻ ഡസ്റ്റിനിൽ തന്നെയാണ്. ഡസ്റ്റിന്റെ ബോഡി അയാൾ കൃത്യമായി സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സംഭാഷണം ഏകദേശം 30 മിനിറ്റ് എത്തിയതും ഡസ്റ്റിൻ റൈസ് ആ മേശപ്പുറത്തുനിന്ന് കൈ തുടയ്ക്കാനായി വെച്ചിരിക്കുന്ന ആ പേപ്പറുകൾ എടുത്ത് ഡസ്റ്റിന്റെ കയ്യിലെ ആ ഓയിൻമെന്റ് തുടച്ചു വൃത്തിയാക്കി. ഡസ്റ്റിന്റെ കയ്യിൽ നിന്ന് ആ ഓയിൻമെന്റ് മുഴുവൻ തുടച്ചു മാറ്റപ്പെട്ടപ്പോൾ സിംസന്റെ കണ്ണുകളിൽ വല്ലാതൊരു അത്ഭുതം വരികയാണ്. ഡസ്റ്റിന്റെ കയ്യിൽ ആ മുറിവ് കാണാനേ ഇല്ല. ഒരു ചുവന്ന വര മാത്രമാണ് ഇപ്പോ ബാലൻസ് ഉള്ളത്. ഡസ്റ്റിൻ, ഇത് അവിശ്വസനീയമായിരിക്കുകയാണല്ലോ. അതേ സിംസൺ, ഈ മരുന്നിന്റെ ഫോർമുല എന്റെ കുടുംബത്തിന്റെ ഒരു രഹസ്യമാണ്. ഞങ്ങൾക്ക് പാരമ്പര്യമായി പകർന്നു കിട്ടിയതാണ് ആ അറിവ്. അതുപയോഗിച്ചാണ് ഞാൻ ഈ മരുന്ന് ഉണ്ടാക്കിയത്. ഡസ്റ്റിൻ, സത്യമായിട്ടും നിങ്ങളുടെ ഈ മരുന്ന് എന്നെ അതിശയിപ്പിച്ചിരിക്കുകയാണ്. സിംസൺ അത് പറഞ്ഞതും സിംസന്റെ അടുത്ത് നിൽക്കുന്ന അന്ന സിംസണോട് പറഞ്ഞു, മാസ്റ്റർ ക്ഷമിക്കണം, തട്ടിപ്പുകാർ പല വിധത്തിലുണ്ട്. ചിലർ നമ്മുടെ കണ്ണ് കെട്ടുന്ന ശൈലിയിലുള്ള മാജിക്കാ കാണിക്കുക. ഈ കാണിച്ചത് ഒരു മാജിക് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവൾ അവളുടെ ഇടുപ്പിൽ കരുതിയിരുന്ന കത്തി എടുത്തിട്ട് അവളുടെ തുടയിലേക്ക് ഒരൊറ്റ വര. ശരിക്കും ശക്തമായിട്ടാണ് അവൾ ആ തുടയിൽ വരച്ചത്. അങ്ങനെ വരയ്ക്കുമ്പോൾ അവളുടെ കണ്ണിന്റെ ഒരു ഇമ്പ പോലും അനങ്ങിയിട്ടില്ല. എന്തോ ഒരു സാധാരണ കാര്യം ചെയ്യുന്ന ശൈലിയിലാണ് അവൾ അങ്ങനെ ചെയ്തത്. ഡസ്റ്റിൻ റൈസ് പോലും ശരിക്കും ഒന്ന് ഞെട്ടിയെന്ന് പറയാം. ഡസ്റ്റിനും സിംസനും അന്നെ നോക്കുമ്പോഴേക്കും അന്ന അവളുടെ ട്രാക്ക് സൂട്ട് 2 വശത്തേക്ക് അങ്ങ് വലിച്ചു കീറി. ശരിക്കും അവളുടെ തുടയിൽ കൂടി രക്തം പൊട്ടി ഒലിക്കുകയാണ്. ഡസ്റ്റിൻ റൈസിന് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ അവൾ ആ മേശപ്പുറത്തിരുന്ന ആ ക്രീം എടുത്ത് അവിടെ തുടയിൽ ഒന്ന് പുരട്ടി തുടങ്ങിയാണ്. അവളുടെ ആ തുടയിലെ മുറിഞ്ഞ ഭാഗത്ത് മുഴുവൻ ആ ക്രീം പുരട്ടിയിട്ട് അവൾ ആ ക്രീമിന്റെ അടപ്പ് അടച്ച് തിരിച്ചങ്ങ് വെച്ചു. സാധാരണമായ ഒരു കാര്യം ചെയ്യുന്നത് പോലെയാണ് അന്നയുടെ പെരുമാറ്റം. അടുത്ത 30 മിനിറ്റ് വല്ലാത്തൊരു ടെൻഷനുള്ള 30 മിനിറ്റാണ്. ഡസ്റ്റിൻ റൈസ് സ്വന്തം കയ്യിൽ ചെയ്ത കാര്യം സ്വയം ചെയ്തു നോക്കുകയാണ് അന്ന. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അന്ന മേശപ്പുറത്തുനിന്ന് പേപ്പറുകൾ എടുത്ത് അവളുടെ ആ കാല് തുടച്ച് വൃത്തിയാക്കി. അവളുടെ കാലിൽ അവൾ തന്നെ ഉണ്ടാക്കിയ മുറിവ് ഇപ്പോ കാണാനില്ല. ശരിക്കും അമ്പരപ്പിക്കുന്നതാണ് ആ റിസൾട്ട്. പക്ഷെ ആ റിസൾട്ട് അങ്ങനെ തന്നെ ആകുമെന്ന് ആ മുറിവിൽ ആ ഓയിൻമെന്റ് പുരട്ടി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേ അന്നയ്ക്ക് തോന്നിയിരുന്നു. അന്ന ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്. ഗ്രാൻഡ് മാസ്റ്ററായ അന്നയുടെ ആ മുറിവും ആ മുറിവിന് ചുറ്റുള്ള സ്ഥലത്തും
നടക്കുന്ന പ്രവർത്തനങ്ങൾ ആ ക്രീമിനകത്തുകൂടി തന്നെ അന്നയ്ക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. അവളുടെ ആ ബോഡിയിൽ ഒരു ഹീലിംഗ് ഇഫക്റ്റ് ഉണ്ടാകുന്നത് അന്ന മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ആ ക്രീം തുടച്ചു മാറ്റുന്ന നിമിഷത്തിൽ അന്ന യഥാർത്ഥത്തിൽ ആ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അവളുടെ കാല് അൺബിലീവബിൾ ആയ ശൈലിയിൽ പഴയ ശൈലിയിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. ഒരു വര അവിടെ ഉണ്ടെന്ന് മാത്രം. ആ വര 2-3 ദിവസം കഴിഞ്ഞ് മാറത്തുള്ളൂ. ആ വര സാധാരണ അങ്ങ് മാറും. മാസ്റ്റർ, ഇത് അവിശ്വസനീയമായ മരുന്ന് തന്നെയാണ്. സിംസൺ സാമുവൽ തോംസൺ അമ്പരപ്പോടുകൂടി ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ ഇഫക്റ്റ് ഉള്ള ഒരു മരുന്ന് കാണുന്നത്. ഞാൻ എങ്ങനെയാണ് നിങ്ങളുമായി സഹകരിക്കേണ്ടത്? മിസ് സിംസൺ, ഈ മരുന്ന് ഉണ്ടാക്കുന്നത് ലെങ്കാസ്റ്റർ കുടുംബമാണ്. ലെങ്കാസ്റ്റർ കുടുംബവും ഞാനും തമ്മിൽ ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും ലെങ്കാസ്റ്റർ കുടുംബവും തോംസന്റെ കുടുംബവും ഇത് 3 കൂടി ചേർന്നിട്ടാണ് ഈ മരുന്ന് മാർക്കറ്റ് ചെയ്യുന്നത്. ഉൽപാദനം ലെങ്കാസ്റ്റർ കുടുംബം, അതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഞാൻ, മാർക്കറ്റിംഗ് താങ്കൾ. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. ഓക്കെ ഡസ്റ്റിൻ, എന്താ എന്റെ പ്രോഫിറ്റ്? മിസ്റ്റർ തോംസൺ, പ്രോഫിറ്റിന്റെ 30% എനിക്കും 30% ലെങ്കാസ്റ്ററിനുമാണ്. 40% താങ്കൾക്കാണ്. ഹേയ് ഡസ്റ്റിൻ, 40% ഞങ്ങൾക്കോ? അതെ മിസ്റ്റർ തോംസൺ, നിങ്ങളാണല്ലോ യഥാർത്ഥത്തിൽ കാര്യമായി ഇതിൽ പണിയെടുക്കുന്നത്. നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഷെയർ താങ്കൾക്ക് തരുന്നത്. ഡസൻ ഡേയ്സ് 15-നും 20-നും ഇടയിൽ ഒരു കണക്കായിരിക്കും പറയാൻ പോകുക എന്നാണ് യഥാർത്ഥത്തിൽ സിംസൺ സാമുവൽ തോംസൺ കരുതിയത്. പക്ഷെ അയാൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡസൻ പ്രോഫിറ്റിന്റെ 40% തോംസൺ കുടുംബത്തിന് ഓഫർ ചെയ്തപ്പോൾ സിംസൺ എന്നൊരു ഫ്ലാറ്റ് ആയതുപോലെ സിംസൺ ഡസനോട് പറഞ്ഞു, ഡസൻ, അങ്ങനെയെങ്കിൽ ഞാൻ പൂർണ്ണമായി നിങ്ങൾക്കൊപ്പം നിൽക്കാം. സിംസൺ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമോ? എന്താ പ്രശ്നം? സിംസൺ, ഈ ഓയിൻമെന്റ് നമ്മൾ മാത്രമല്ല പുറത്തിറക്കുന്നത്, വേറെയും ആളുകൾ ഈ ഓയിൻമെന്റ് ഇറക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞു. ഇതുപോലൊരു ഓയിൻമെന്റ് ടോർബി കുടുംബവും അതുപോലെ സ്ട്രാറ്റ്ഫോർഡും ചേർന്ന് ഇറക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ന് അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ശരിക്കും വിൽപ്പന ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. ഡസൻ ഡൈസും സിംസൺ തോംസണും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ നിമിഷത്ത് തന്നെയാണ് ടോർബിയും സ്ട്രാറ്റ്ഫോർഡും ചേർന്ന് അവരുടെ റീജുമിനേഷൻ ക്രീം എന്ന ആ മരുന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ശരിക്കും അത്ഭുതകരമായ റിപ്പോർട്ടാണ് ആ ക്രീമിനെ കുറിച്ച് പൊതുവെ മാർക്കറ്റിലുള്ളത്. മാർക്കറ്റ് ഏതാണ്ട് ആ റീജുമിനേഷൻ ക്രീമിന്റെ അവതരണത്തോടു കൂടി ഇളകി മറിയുകയാണ്. സകല മേഖലകളിൽ നിന്നും ആ റീജുമിനേഷൻ ക്രീമിന് വേണ്ടി ഓർഡർ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഡസൻ ഡൈസ് സിംസൺ തോംസണോട് ആ കാര്യങ്ങൾ സംസാരിക്കുന്നത്. സിംസൺ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസൻ, ഈ ടോർബി സ്ട്രാറ്റ്ഫോർഡ് ഉൽപ്പന്നമായ ആ റീജുമിനേഷൻ ക്രീമും നമ്മുടെ ഈ ജെ ഡ്യൂ ഓയിൻമെന്റും കമ്പയർ ചെയ്താൽ ഏതാ മെച്ചം? മിസ്റ്റർ സിംസൺ, സത്യമായിട്ടും നമ്മുടെ ഓയിൻമെന്റ് 10 മടങ്ങ് ശക്തമാണ്. അതുമാത്രമല്ല ടോർബിയും സ്ട്രാറ്റ്ഫോർഡും ചെന്ന് ഇറക്കുന്ന മരുന്നിന് കുറച്ച് പാളിച്ചകളുണ്ടെന്നോ? അതെങ്ങനെ ഡസ്റ്റിൻ അറിയാം? സിംസൺ ആ ചോദ്യം ചോദിച്ചതും ഡസ്റ്റിൻ അതുവരെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെ സിംസണോട് പറഞ്ഞു. ടോർബി കുടുംബത്തിലെ സോഫിയയ്ക്ക് ഡസ്റ്റിൻ ആ കുറുപ്പടി കൊടുത്തതും അവസാനം ടോർബി കുടുംബം ഡസ്റ്റിനെ ചതിച്ചതുമൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഡസ്റ്റിൻ സിംസണെ അറിയിച്ചു. കഥകൾ കേട്ട് കഴിഞ്ഞതും സിംസൺ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, വേറെ ഒന്നും ആലോചിക്കണ്ട, ഞാൻ ഡസ്റ്റിനൊപ്പമുണ്ട്. അതുപോട്ടെ, മറ്റൊരു കാര്യം ഞാൻ ഡസ്റ്റിനോട് ചോദിക്കണമെന്ന് വിചാരിക്കുകയായിരുന്നു. ഡസ്റ്റിൻ എൻ്റെ ഫാമിലിയുടെ ഭാഗമാകുന്നു. ഡസ്റ്റിന്റെ നെഞ്ചിടിപ്പ് കൂട്ടിയ ചോദ്യമാണ് ഇപ്പോ സിംസൺ സാമുവൽ ചോദിച്ചത്. സിംസൺ സാമുവലിന്റെ കുടുംബത്തിന്റെ ഭാഗമായി മാറാൻ ഡസ്റ്റിന് താല്പര്യമുണ്ടോ? അതാണ് ചോദ്യം. ഈ സിംസൺ, ഞാൻ അത്രക്കാരനല്ല. ഡസ്റ്റിൻ, അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല സിംസൺ, ഞാൻ സിംസണെ കുറിച്ച് അതാണോ? മിസ് ഡസ്റ്റിൻ, അത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു കഥയാണ്. ഡസ്റ്റിന് എന്റെ അവസ്ഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനാണ്, പണമുള്ള ചെറുപ്പക്കാരനാണ്, അധികാരമുള്ള ചെറുപ്പക്കാരനാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്തേക്ക് സുന്ദരികൾ ഒഴുകി വരും. അത് കുഴപ്പമാകുമെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ എന്നെക്കുറിച്ച് ഇങ്ങനൊരു കഥ ഉണ്ടാക്കി പതുക്കെ പറഞ്ഞു പരത്തിയത്. ആണുങ്ങളെ നോട്ടമിടുന്ന ഒരു ചെറുപ്പക്കാരനെ സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങൾക്ക് സമീപിക്കാൻ ഒരു ഭയമാകും. ആ ധാരണ, ആ ഒരു ചിത്രം സിംസണെ കുറിച്ച് ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് സിംസന്റെ അടുത്തേക്ക് സ്ത്രീകൾ വരാൻ മടിച്ചത്. ഇല്ലെങ്കിൽ സ്റ്റോണിയിലെ സുന്ദരിമാരെല്ലാം സിംസന്റെ പുറകെ ഉണ്ടായിരുന്നനെ. സിംസൺ അത് പറഞ്ഞതും ഡസ്റ്റിൻ അന്നയെ നോക്കി. അന്ന സിംസൺ പറഞ്ഞ കാര്യം ശരിയാണെന്ന് ഡസ്റ്റിനോട് പറയുകയും ചെയ്തു. സിംസൺ സാംസൺ തോംസൺ അയാളെ കുറിച്ചുള്ള സത്യാവസ്ഥ ഡസ്റ്റിനോട് പറഞ്ഞപ്പോൾ ഡസ്റ്റിന്റെ പുറത്ത് ശരിക്കും ഒരു കുളിരുണ്ടായതുപോലെയാണ്. അയാൾ ഭയപ്പെട്ടിരുന്ന ശൈലിയിലുള്ള ഒരു കക്ഷിയല്ല സിംസൺ. അപ്പോഴും ഡസ്റ്റിന്റെ മനസ്സിൽ ആ ചോദ്യം ബാലൻസ് ഉണ്ട്. സിംസൺ അയാളുടെ കുടുംബത്തിലേക്ക് ഡസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുകയായിരുന്നു. അല്ല മിസ്റ്റർ സിംസൺ,
നിങ്ങളുടെ ഫാമിലിയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തത് എനിക്ക് മനസ്സിലായില്ല. ഹേയ് ഡസ്റ്റിൻ, ഞാൻ എൻ്റെ ബ്രദറിലായി സത്യത്തിൽ ഡസ്റ്റിനെ നോക്കി കാണുകയായിരുന്നു. ബ്രദറിലായോ? അതെ ഡസ്റ്റിൻ, എനിക്ക് 7 സഹോദരിമാരാണ്. അതിൽ 4 പേരുടെ വിവാഹം ഇനിയും കഴിയാനുണ്ട്. അവരിൽ ആരെങ്കിലും ഡസ്റ്റിൻ വിവാഹം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സിംസന്റെ സഹോദരിമാരിൽ ആരെങ്കിലും കൊണ്ട് ഡസ്റ്റിനെ കല്യാണം കഴിപ്പിക്കുക, അതാണ് സിംസന്റെ മനസ്സിലിരിപ്പെന്ന് സിംസൺ പറഞ്ഞപ്പോ ഡസ്റ്റിൻ സിംസണോട് പറഞ്ഞു, സിംസൺ ക്ഷമിക്കണം, സത്യമായിട്ടും എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. അയ്യോ ഡസ്റ്റിൻ, ഞാൻ ഡസ്റ്റിനെ കണ്ടപ്പോ സത്യമായിട്ടും എൻ്റെ ബ്രദറിലെയായി മനസ്സിൽ കണ്ടുപോയി. എൻ്റെ സഹോദരിമാർ സുന്ദരിമാരാണ്. അവരെ കണ്ടാൽ ഡസ്റ്റിന് ഉറപ്പായും അവരെ ഇഷ്ടപ്പെടും. ഡസ്റ്റിന് എൻ്റെ സഹോദരിമാരിൽ ഒരാളെ പോരാൻ തോന്നിയാൽ 2 പേരെ വിവാഹം കഴിക്കണമെങ്കിൽ അതിനും അവസരമുണ്ട്. 2 സഹോദരിമാരെ വേണമെങ്കിലും ഡസ്റ്റിന് വിവാഹം കഴിച്ചു കൊടുക്കാമെന്നാണ് ഇപ്പൊ ഇതാ തോംസൺ പറയുന്നത്. ഡസ്റ്റിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അതിനെ തള്ളിക്കളഞ്ഞിട്ട് 2 പെൺകുട്ടികളെ, അത് സുന്ദരിമാരെ, പ്രത്യേകിച്ച് തോംസൺ കുടുംബത്തിലെ 2 സുന്ദരിമാരെ വിവാഹം കഴിക്കാനുള്ള ഒരു അവസരം ഇതാ സഹോദരനായ സിംസൺ തന്നെ ഉണ്ടാക്കുകയാണ്. സിംസൺ അതുകൂടി പറഞ്ഞതും ഡസ്റ്റിൻ സിംസണോട് പറഞ്ഞു, സിംസൺ വേറൊന്നും തോന്നരുത്, സത്യമായിട്ടും ഞാൻ വളരെ നാളുകൾക്ക് മുന്നേ എൻ്റെ കൂട്ടുകാരിയുമായി എൻഗേജ്ഡ് ആണ്. അവളെ വിട്ടിട്ട് മറ്റൊരു വിവാഹം പറ്റില്ല. ഓക്കെ ഡസ്റ്റിൻ, വിട്ടേക്ക്. എന്നാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പക്ഷെ എപ്പോഴെങ്കിലും ഡസ്റ്റിന്റെ മനസ്സ് മാറുകയാണെങ്കിൽ എൻ്റെ സഹോദരിമാർ ഡസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അത് വിട്, നമുക്ക് ബിസിനസ്സിലേക്ക് വരാം. ഡസ്റ്റിൻ, ബിസിനസ്സും പേഴ്സണൽ കാര്യങ്ങളും നമുക്ക് കൂട്ടിക്കുഴയ്ക്കണ്ട. ഡസ്റ്റിൻ എൻ്റെ ബ്രദറിൽ ആകാത്തതിൽ എനിക്ക് വിഷമമുണ്ട്, അത് വേറൊരു വിഷയം. പക്ഷെ ബിസിനസ് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. ഡസ്റ്റിൻ റൈസിനോട് തോംസൺ അത് പറഞ്ഞതും ഡസ്റ്റിൻ ഹേസലിനെ കൂടി ആ മുറിയിലേക്ക് വിളിപ്പിച്ചു. അടുത്ത 2-3 മണിക്കൂർ ഹേസലും ഡസ്റ്റിൻ റൈസും സിംസൺ തോംസണും കൂടി അവരുടെ ബിസിനസ് എങ്ങനെ ആയിരിക്കണമെന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ആ ബിസിനസ് ചർച്ച അങ്ങനെ അവിടെ നടക്കുമ്പോൾ തോംസൺ കുടുംബത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ഹെലൻ തോംസന്റെ മുന്നിൽ ഒരു ഫയലുമായി സെക്രട്ടറി നിൽക്കുകയാണ്. സുന്ദരിയായ ആ സെക്രട്ടറി ഹെലനോട് പറഞ്ഞു, മാഡം, റീജുനറേഷൻ ക്രീമിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാഡം അത് കണ്ടോ? നിഷ, ഞാൻ ആ റിപ്പോർട്ട് കണ്ടായിരുന്നു. മാഡം, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? നിഷ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോർബി കുടുംബവും സ്റ്റാറ്റ്ഫോർഡും ചേർന്ന് ഒരു മരുന്ന് കണ്ടുപിടിച്ചു. ആ മരുന്ന് നമ്മുടെ ഗോൾഡൻ ഓയിൻമെന്റിനെ മാർക്കറ്റിൽ തറ പറ്റിക്കാൻ പര്യാപ്തമായ കപ്പാസിറ്റി ഉള്ളതാണ്. അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അവര് മാർക്കറ്റ് പിടിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാഡം, നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചോർബിയും സ്റ്റാറ്റ്ഫോർഡും ചേർന്ന് മാർക്കറ്റ് സ്വാധീനിച്ചാൽ നമ്മുടെ മറ്റു ഉൽപ്പന്നങ്ങളെയും അത് പ്രതികൂലമായി ബാധിക്കും. സ്റ്റോണിയുടെ മരുന്ന് നിർമ്മാണ വിതരണ മേഖലയുടെ 70% കൈയാളുന്നത് തോംസൺ ആണെന്ന് പറയുമ്പോഴും ചോർബിയുടെയും സ്റ്റാറ്റ്ഫോർഡിന്റെയും കടന്നുകയറ്റം തോംസന്റെ ബിസിനസിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഹെലന് നന്നായിട്ട് അറിയാം. അവളുടെ സെക്രട്ടറി നിഷ അവളോട് ആ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ഹെലൻ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടിരിക്കുന്നത്. മാഡം, മിക്കവാറും എല്ലാ മേഖലകളിൽ നിന്നും അവർക്ക് ഓർഡർ കിട്ടിയിരിക്കുകയാണ്. ആർമിയുടെ എല്ലാ യൂണിറ്റും ഒത്തിരി ബാച്ചിനാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. യുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്ന യോദ്ധാക്കൾക്ക് അവരുടെ മുറിവ് അതിവേഗം ഭേദമാക്കുന്ന ഒരു ക്രീം കിട്ടിയാൽ അവർ 2 കൈ കൊണ്ടും അത് വാങ്ങിക്കും. ശരിക്കും ആർമിയെ സംബന്ധിച്ചിടത്തോളം ഒരു അമൃതാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവരം അറിഞ്ഞ മാത്രമേ എല്ലാ മേഖലയിലും ഓർഡർ ആ റീജുവിനേഷൻ ക്രീമിനെ തേടി ചെല്ലുകയാണ്. തോംസൺ കുടുംബത്തിന്റെ ഗോൾഡൻ ഡ്യൂ ഓയിൻമെന്റ് കൈയടക്കി വെച്ചിരുന്ന മാർക്കറ്റിനെയാണ് ഇത് റീജുവിനേഷൻ ക്രീം അട്ടിമറിക്കുന്നത്. പട്ടാളത്തിന് ആവശ്യമായ മരുന്ന് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന തോംസണാണ്. തോംസന്റെ ആ അപ്രമാദിത്വം ഇത് നഷ്ടമാകാൻ പോവുകയാണ്. ഹെലന് കഥ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഹെലന്റെ സെക്രട്ടറി നിഷ സകല മേഖലയിൽ നിന്നുള്ള വിവരശേഖരണം നടത്തി അത് ഹെലനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്ന വിവരങ്ങളൊക്കെയും തോംസൺ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തന്നെയാണ്. നിഷ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന വിവരങ്ങളൊക്കെയും തോംസന്റെ മാർക്കറ്റിനെ ശരിക്കും പ്രതികൂലമായി ബാധിക്കുന്നത് തന്നെയാണ്. ശരിക്കും ഹെലന്റെ സെക്രട്ടറി നിഷ ടെൻഷനിലാണ്. പക്ഷെ ഹെലന്റെ മുഖത്ത് ഒരു ടെൻഷനുമില്ല. അവർ ശരിക്കും ശാന്തയായിരിക്കുകയാണ്. സംഭവിക്കാനുള്ളത് എന്തായാലും അത് സംഭവിച്ചിരിക്കും. അങ്ങനെ ഒരു ഫീലാണ് ഹെലനുള്ളത്. ഹെലൻ അതിസുന്ദരിയാണ്. ഹെലൻ തോംസനെയാണ് യഥാർത്ഥത്തിൽ ഡസ്റ്റിന് വേണ്ടി ആലോചിക്കാൻ നേരത്തെ സിംസൺ സാമുൽ തോംസൺ തയ്യാറായത് തന്നെ. ഹെലനും നിഷയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിസപ്ഷനിൽ നിന്ന് ഒരു കോള് ഹെലന് വന്നു. മാഡം, വിസിറ്റേഴ്സ് ഉണ്ട്. ആരാവർ? മാഡം, ചോർബി കുടുംബത്തിൽ നിന്ന് ഇസബെല്ലയും സ്റ്റാറ്റ്ഫോർഡിൽ നിന്ന് മിസ്റ്റർ ഓവനോ വന്നിരിക്കുന്നത്. അവരെ അകത്തേക്ക് വിടട്ടെ? ഓക്കെ, വിട്ടേക്ക്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും ഇസബെല്ല ചോർബിയും ഓവൻ സ്റ്റാറ്റ്ഫോർഡും ഹെലന്റെ മുറിയിലേക്ക് വന്നു. അവര് 2 പേരും അകത്തേക്ക് വരുമ്പോൾ
ഇസബലയുടെ തല ഉയർന്നു നിൽക്കുകയാണ്. ശരിക്കും അവൾ വിജയിച്ച് നിൽക്കുകയാണെന്ന് പറയാം. രണ്ടുപേരും വന്നു, ഹെലന്റെ മുന്നിലിരുന്നു, സംഭാഷണം തുടങ്ങുകയാണ്. ഹെലൻ അവരോട് പറഞ്ഞു, മിസ് ഇസബല്ല, നിങ്ങളുടെ സംയുക്ത സംരംഭം ഒരു വിജയമാണെന്നാണല്ലോ റിപ്പോർട്ട്. ഹെലൻ, സ്വാഭാവികമല്ലേ അത്? ഇതുവരെ നമ്മുടെ ഈ ഡ്രാഗൺ മാഷ് ആ ശൈലിയിൽ ഒരു മരുന്ന് കണ്ടിട്ടേയില്ല. നമ്മൾ ഈ സ്റ്റോണി മാത്രമല്ല, ഡ്രാഗൺ മാഷ് പൂർണ്ണമായും കീഴടക്കാൻ പോവുകയാണ്. ഞങ്ങള് ഒരുപാട് നാളത്തെ ശ്രമത്തിന്റെ ഒടുവിൽ കണ്ടുപിടിച്ചതാണ് ഈ മരുന്ന്. ടോർബി കുടുംബവും സ്റ്റാറ്റ്ഫോർഡ് കുടുംബവും അനവധി വർഷങ്ങളെടുത്ത് ഗവേഷണം നടത്തി കണ്ടുപിടിച്ച മരുന്നാണ് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നതെന്നാണ് ഇസബല്ല പറഞ്ഞുകൊണ്ട് വരുന്നത്. നേരത്തെ നിഷയും ഹെലനും സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന സംശയം അതാണ്. സ്റ്റാറ്റ്ഫോർഡിനെയും ടോർബിയും തോംസൺ കുടുംബത്തിന് അറിയാം അവിടെ എന്ത് നടക്കുമെന്നും എന്ത് നടക്കില്ലെന്നും ഹെലൻ അറിയാം. ഹെലന്റെ ചാരന്മാർ അവിടെ ഉണ്ട്. അവരുടെ ആരുടെ ശ്രദ്ധയപ്പെടാതെയാണ് ഈ റീജുവിനേഷൻ ക്രീം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ അത് സംഭവിച്ചു? ആ കാര്യം ഹെലന് ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇതാ ഇസബല പറയുന്നു, വർഷങ്ങളുടെ ഗവേഷണമാണ് ആ മരുന്നിന് പിന്നിലുള്ളത്. വർഷങ്ങളുടെ ഗവേഷണം ആ മരുന്നിന് പിന്നിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഹെലൻ വിവരം അറിയേണ്ടതാണ്. ഹെലന്റെ ആളുകൾ ടോർബിയിലും സ്റ്റാറ്റ്ഫോർഡിലും എല്ലാ മേഖലയിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവരുടെ കണ്ണ് വെട്ടിച്ച് അങ്ങനെ ഒരു ഗവേഷണം നടക്കാൻ ഒരു സാധ്യതയുമില്ല. ആ കാര്യം ഹെലൻ അറിയാം. ഹെലൻ അതുകൊണ്ട് തന്നെ ഇസബല പറഞ്ഞ കാര്യം അത്ര സീരിയസ് ആയി എടുത്തില്ല. ഹെലൻ ഇസബലയോട് പറഞ്ഞു, ഓക്കെ, അതെന്തുമാകട്ടെ, ഏതായാലും നിങ്ങളുടെ ഒരു മരുന്ന് വിജയിച്ചു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഹെലൻ, ഞങ്ങൾ വന്നത് ഒരു ബിസിനസ് സംസാരിക്കാനാണ്. ബിസിനസ്സോ? അതെ മിസ് ഹെലൻ, നിങ്ങളാണല്ലോ സ്റ്റോണിയിലെ മൊത്തം മെഡിക്കൽ മാർക്കറ്റിന്റെയും 70% കൈയാളുന്നത്. സോ വാട്ട്? ഹെലൻ, നിങ്ങൾ ഞങ്ങളുമായി സഹകരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ലാഭം നമുക്ക് എല്ലാവർക്കും കിട്ടുമല്ലോ. ടോർബി കുടുംബവും സ്റ്റാറ്റ്ഫോർഡ് കുടുംബവും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ആ റീജുവനേഷൻ ക്രീം മാർക്കറ്റ് ചെയ്യാൻ തോംസന്റെ സഹായം തേടി അവരെത്തിയിരിക്കുകയാണ്. അത് കേട്ടത് ഹെലൻ അവരോട് ചോദിച്ചു, ഓക്കെ, എന്താണ് ഞങ്ങളുടെ ലാഭം? ഓവൻ അതിന് മറുപടി പറയാനായിട്ട് വാ തുറന്നതും ഇസബല്ല ഹെലനോട് പറഞ്ഞു, 10% നിങ്ങൾക്ക് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. എന്ത് 10%? അതെ, 10%. സാധാരണഗതിയിൽ പ്രോഫിറ്റിന്റെ 5% കൊടുത്താൽ മതി. പക്ഷെ നിങ്ങൾ തോംസൺ കുടുംബമല്ലേ, നിങ്ങൾ ഈ സ്റ്റോണിയിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ 10% ഓഫർ ചെയ്യുന്നത്. ആകെയുള്ള പ്രോഫിറ്റിന്റെ 10% തോംസൺ ഓഫർ ചെയ്യുന്നുവെന്ന് ഇസബല്ല ശരിക്കും സന്തോഷത്തോടെയാണ് പറഞ്ഞത്. ഇസബല്ല പറയുന്നത് കേട്ട് ഓവൻ ആകെ ഞെട്ടിപ്പോയെന്ന് പറയാം. ആകെ ലാഭത്തിന്റെ 25% തോംസന് ഓഫർ ചെയ്യാം എന്ന് പറഞ്ഞു ഉറപ്പിച്ചതിന് ശേഷമാണ് ഇസബല്ലയും ഓവനും കൂടി ഹെലനെ കാണാൻ വന്നത്. പക്ഷേ ഹെലനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഇസബല്ല ഇതാ ആ പ്രോഫിറ്റ് 25-ൽ നിന്ന് 10 കുറച്ചിരിക്കുകയാണ്. ഓവൻ ഇസബല്ലയുടെ എന്തോ ചോദിക്കാൻ പോയതും ഇസബല്ല ഹെലനോട് പറഞ്ഞു, ഹെലൻ, ഓവൻ ചോദിക്കുന്നത് എന്തിനാ ഈ 10% ഓഫർ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, തോംസൺ കുടുംബം ആയതുകൊണ്ടാണ് 10% ഓഫർ ചെയ്യുന്നത്. ഇസബല്ല ഓവനെ അടുത്തിരുത്തിക്കൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോ ഓവൻ ശരിക്കും അമ്പരപ്പോടെ ഇസബല്ല നോക്കുകയാണ്. ഇസബല്ല ഹെലനോട് പറഞ്ഞു, ഹെലൻ, കേട്ടിട്ട് സന്തോഷമായില്ലേ? ഇസബല്ല, ഞാൻ തോംസൺ കുടുംബത്തിന്റെ മരുന്ന് നിർമ്മാണ വിതരണ മേഖലയിൽ ഒരുപാട് വർഷത്തെ അനുഭവമുള്ള ആളാണ്. ഏത് മരുന്ന് വിൽക്കും, ഏത് മരുന്ന് വിൽക്കില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും നിങ്ങളുടെ മരുന്ന് നന്നായി വിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതെന്തുമാകട്ടെ, ഞാൻ നിങ്ങളുടെ ബിസിനസ്സുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹെലൻ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങളുടെ ബിസിനസ്സിൽ സഹകരിക്കില്ലെന്നോ? അതെ ഇസബല്ല, എനിക്ക് നിങ്ങളുടെ ബിസിനസ്സുമായി സഹകരിക്കാൻ ഒരു താല്പര്യവുമില്ല. ഹെലൻ, നിങ്ങൾ തോംസൺ കുടുംബത്തിന്റെ തലപ്പത്തിരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ നാളെ നിങ്ങളുടെ കുടുംബം നിങ്ങളെ പഴിക്കും. ഞങ്ങളുടെ മരുന്ന് ഉറപ്പായും ഈ ഡ്രാഗൺ മാഷ് മുഴുവൻ പടരും. ഇവിടെ മാത്രമല്ല, ലോകം മുഴുവൻ. ഞങ്ങൾ വൻതോതിൽ പണം സമാഹരിക്കും. പണം ഞങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോൾ പിന്നെ തോംസൺ കുടുംബം ഇല്ലാണ്ടായി പോയെന്നൊന്നും പറയരുത്. ഇസബല്ല, അതൊക്കെ കാലം തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. എന്തായാലും നിങ്ങളുടെ ബിസിനസ്സിൽ സഹകരിക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. ഹെലൻ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് തീരുമാനിക്കും. വെറുതെ ഞങ്ങളെ പിണക്കരുത്. നോക്കൂ ഇസബല്ല, ഞാൻ പറഞ്ഞ വാക്ക് ആവർത്തിക്കുന്നു, നിങ്ങളുടെ ബിസിനസ്സുമായി സഹകരിക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല. ഹെലൻ, നിങ്ങളുടെ ഗോൾഡൻ ഡ്യൂ ഓയിൻമെന്റും ഞങ്ങളുടെ റീജുവനേഷൻ ക്രീമും തമ്മിൽ മാർക്കറ്റിൽ ഉരസുമ്പോൾ ഞങ്ങളുടെ ക്രീമിന് മുന്നിൽ നിങ്ങളുടെ ആ ഡ്യൂ ഓയിൻമെന്റിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മറക്കരുത്, ഞങ്ങൾക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ വഴികൾ അടയുകയാണ്. പിന്നീടായാൽ ഞങ്ങളുടെ കാല് പിടിച്ചാലും കാര്യം നടക്കില്ല. ഹെലൻ തോംസനെ ഒന്ന് ഭീഷണിപ്പെടുത്തി കൂടെ നിർത്താനുള്ള ഇസബലയുടെ ആ ശൈലി മനസ്സിലാക്കിയ ഓവനും പറഞ്ഞു, നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിക്കണം. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ മാർക്കറ്റ് പിടിച്ചാൽ നാളെ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും.
നിങ്ങൾ കാലങ്ങളായി ഇവിടെ ഉള്ള ആളുകളായതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫർ നൽകുന്നത്. മിസ്റ്റർ ഓവൻ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഈ കമ്പനി പൂട്ടിക്കെട്ടിയാലും ഞാൻ നിങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യില്ല. ഹെലൻ തീർത്ത് പറയുകയാണ്. ഇസബല്ലയുടെയും ഓവന്റെയും ആ പെരുമാറ്റം ഹെലൻ അങ്ങോട്ട് ഇഷ്ടമാകാത്തതുകൊണ്ടായിരിക്കാം ഹെലൻ അങ്ങനെ തീർത്തു പറഞ്ഞത്. തോംസൺ കുടുംബം കുത്തുവാള എടുത്താലും റീജുവിനേഷൻ ക്രീം മാർക്കറ്റ് ചെയ്യാനായി തോംസൺ കമ്പനി ഏറ്റെടുക്കത്തില്ല. വളരെ വ്യക്തമാണ് ഹെലന്റെ അഭിപ്രായം. ഹെലനോട് തർക്കിച്ചുകൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഇസബലയും ഓവനും എണീറ്റപ്പോഴാണ് മുറിയിലേക്ക് വേറൊരാള് കടന്നു വരുന്നത്. കടന്നു വന്നത് സാക്ഷാൽ സിംസൺ സാമുവൽ തോംസൺ ആണ്. സിംസന്റെ കയ്യിൽ ഒരു പാക്കറ്റ് ഉണ്ട്. ആ പാക്കറ്റുമായിട്ട് ഹെലൻ അടുത്തേക്ക് വന്ന സിംസൺ ആ പാക്കറ്റ് ഹെലന്റെ മുന്നിൽ വെച്ചു. സിംസനെ കണ്ടതും ഹെലന് ഭയങ്കര സന്തോഷം. ഏയ് സിംസൺ, ഇന്ന് നീ ഇവിടെ? ഹെലൻ, ഞാൻ നിനക്ക് ഈ ഭക്ഷണമായിട്ട് വന്നതല്ലേ? അവിടെ നിൽക്കുന്ന ഇസബല്ലയും ഓവനെയും മൈൻഡ് ചെയ്യാതെ സിംസൺ അവൻ കൊണ്ടുവന്ന പാക്കറ്റ് അഴിച്ച് ആ പാക്കറ്റിൽ നിന്ന് ഫ്രൈ ചെയ്ത ചിക്കന്റെ കുഞ്ഞു കാലിൽ ഒരെണ്ണം എടുത്ത് ഹെലന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അവന്റെ സഹോദരിക്ക് അവൻ കൊണ്ടുവന്ന ആ ഭക്ഷണം ഇഷ്ടമായോ എന്ന് അവൻ അപ്പോൾ തന്നെ അറിയണം. സിംസൺ ആ കുഞ്ഞു കോഴിക്കാല് ഹെലന്റെ വായിലേക്ക് വെച്ചതും ഹെലൻ അത് വളരെ രുചിയോടെ കഴിക്കുകയാണ്. ഏയ് സിംസൺ, ശരിക്കും ടേസ്റ്റി ആണല്ലോ. നീ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചേ? ഇത് നമ്മുടെ എംപ്രസ് പൗലിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കൊള്ളാല്ലേ ഹെലൻ? ഏയ് നന്നായിരിക്കുന്നു. അങ്ങനെ ഹെലൻ പറഞ്ഞപ്പോ സിംസൺ ഇസബല്ലയ്ക്കും ഓവനും നേരെ തിരിഞ്ഞു. ഏയ് നിങ്ങളെന്താ ഇവിടെ? മിസ്റ്റർ സിംസൺ, ഞങ്ങളൊരു ബിസിനസ് സംസാരിക്കാൻ വന്നതാണ്. ബിസിനസ്സോ? എന്ത് ബിസിനസ്? സിംസൺ, നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഞങ്ങളുടെ റീജുവിനേഷൻ ക്രീം മാർക്കറ്റ് കീഴടക്കിയ കഥ. ഞാൻ അറിഞ്ഞായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനാണോ നിങ്ങളിവിടെ വന്നത്? അതെ സിംസൺ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഞങ്ങള് ആ ക്രീം നിങ്ങളൊരു മാർക്കറ്റ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഓഹോ, നിങ്ങൾ എത്രയാ പ്രോഫിറ്റ് ഓഫർ ചെയ്ത? സിംസൺ, നിങ്ങൾ അത്ഭുതപ്പെട്ടു. ഞങ്ങൾ 10% ഓഫർ ചെയ്തത്. 10%? അതെ സിംസൺ, 10%. ആകെ പ്രോഫിറ്റിന്റെ 10% നിങ്ങൾക്കാണ്. ഇസബല്ല അത് പറഞ്ഞതും സിംസൺ ഇസബല്ലയും ഓവനെയും നോക്കിയിട്ട് അവരോട് പറഞ്ഞു, ഓക്കെ, ഞങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ പുറത്തിറങ്ങി. ഏയ് സിംസൺ, നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന്. വളരെ വ്യക്തമായി സിംസൺ ആ അഭിപ്രായം ഒരിക്കൽ കൂടി പറഞ്ഞതും ഇസബല്ലയും ഓവനും സിംസണോട് പിന്നെയും പറയുകയാണ്, നോക്ക് സിംസൺ, ഇതൊരു അവസരമാണ്. നിങ്ങളുടെ സിസ്റ്റർ ഹെലന് എന്താ സംഭവിക്കാൻ പോകുന്നത് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങളും അങ്ങനെ കരുതരുത്. നിങ്ങൾ കുറച്ചുകൂടി ബുദ്ധിയുള്ള ആളല്ലേ. നോക്ക് ഇസബല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി ഇവിടെ നിന്ന് സംസാരിച്ചാൽ എനിക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ വിളിക്കേണ്ടി വരും. ഏയ് സിംസൺ, നിങ്ങൾ അങ്ങനെ അങ്ങ് വലിയ ആളാകാൻ ശ്രമിക്കണ്ട. ഏയ് ഇസബല്ല, ഇനി നീ സംസാരിച്ചാൽ നിനക്ക് ഇവിടെ നിന്ന് നടന്നു പോകാൻ പറ്റില്ല. സിംസൺ അത് പറയുമ്പോഴേക്കും അനവധി സെക്യൂരിറ്റി ഗാർഡുകൾ അകത്തേക്ക് കടന്നു വന്നു. ആ സെക്യൂരിറ്റി ഗാർഡുകളോടായി സിംസൺ പറഞ്ഞു, ഈ 2 എണ്ണത്തിന് തൂക്കി പുറത്തെറി. ശരിക്കും ദേഷ്യത്തിൽ സിംസൺ അത് പറഞ്ഞതും ആ സെക്യൂരിറ്റി ഗാർഡ് ഓവനെ ഇസബല്ലയെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ശരിക്കും ഇസബല്ലയും ഓവനും ഒന്ന് ഞെട്ടിയെന്ന് തന്നെ പറയാം. സിംസൺ ആ ശൈലിയിൽ പെരുമാറുമെന്ന് അവർ രണ്ടുപേരും തീരെ കരുതിയിരുന്നില്ല. അതേ ചിന്ത തന്നെയാണ് അകത്തിരിക്കുന്ന ഹെലനുമുള്ളത്. ഹെലൻ അമ്പരപ്പോടെ സിംസണോട് ചോദിച്ചു, ഈ സിംസൺ, നീ എന്താ ഇങ്ങനെ പെരുമാറിയത്? സാധാരണ നീ മയത്തി പെരുമാറുന്ന ആളല്ലേ, നീ എന്താ അവരോട് ദേഷ്യപ്പെട്ടെ? ഏയ് ഹെലൻ, നമുക്ക് അവര് പറ്റിയ കക്ഷികളല്ല. ഏയ് സിംസൺ, നമ്മളൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഹെലൻ പറയുന്നത് ആ റീജുവിനേഷൻ ക്രീമിനെ കുറിച്ചാണോ? അതെ സിംസൺ, അത് നമ്മുടെ ഗോൾഡൻ ഡ്യൂ ഓയിൻമെന്റിനെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മള് മാർക്കറ്റിൽ നിന്ന് പിന്തള്ളപ്പെടാൻ പോവുകയാണ്. ഹെലൻ, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. നമ്മള് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രോഡക്റ്റ് ഇറക്കാൻ പോകുന്നത്. മെച്ചപ്പെട്ട പ്രോഡക്റ്റ്? അതെ ഹെലൻ, നമ്മൾ ഈ റീജുവിനേഷൻ ക്രീമിനേക്കാൾ 10 മടങ്ങ് കപ്പാസിറ്റി ഉള്ള ഒരു ഓയിൻമെന്റ് ഇറക്കാൻ പോവുകയാണ്. ഏയ് സിംസൺ, നീ എന്തായി പറയുന്നത്? റീജുവിനേഷനേക്കാൾ 10 മടങ്ങ് കപ്പാസിറ്റിയോ? അപ്പോ നമ്മുടെ ഗോൾഡൻ ഡ്യൂവിനേക്കാൾ 100 മടങ്ങ് കപ്പാസിറ്റിയോ? അതെ ഹെലൻ, അതാണ് ശരി. ശരിക്കും നമ്മുടെ നല്ല സമയം വരികയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആ ഓയിൻമെന്റിന്റെ കുപ്പി സിംസൺ ഹെലന്റെ മുന്നിലേക്ക് വെച്ചു. പച്ച നിറത്തുള്ള ആ ഓയിൻമെന്റ് കുപ്പിയിലേക്ക് നോക്കി ഹെലനോടായി സിംസൺ പറഞ്ഞു, ഹെലൻ, ഈ ഓയിൻമെന്റ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ ഓയിൻമെന്റിന്റെ കഥയും ഡസൻ റൈസ് പറഞ്ഞ ചോർബി സ്റ്റാറ്റ്ഫോർഡ് കഥയും ഒക്കെ ഹെലനോട് അതുപോലെ തന്നെ സിംസൺ പറഞ്ഞു. കഥകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഹെലൻ സിംസണോട് ചോദിച്ചു, ഏയ് ഈ ഡസൻ കാണാൻ എങ്ങനെയാ? ഹെലൻ, അതെന്തൊരു ചോദ്യമാണ്. കാണാൻ അതിസുന്ദരനാണ്. സത്യമായിട്ടും അതേന്ന്. എന്നിട്ടെന്താ നീ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാത്ത? ഹെലൻ, എന്താ ഉദ്ദേശം? സിംസൺ, അതെന്ത് ചോദ്യം? സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ സുഹൃത്തായി കിട്ടപ്പോ സഹോദരിമാരെ കൊണ്ടുവന്ന് കാണിക്കാൻ നിനക്കൊരു ബാധ്യതയില്ലേ? ഹെലൻ, ഞാൻ സത്യമായിട്ടും ഡസ്റ്റിനെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. ഞാൻ ആ പ്രപ്പോസൽ വെക്കുകയും ചെയ്തു. പക്ഷെ അവൻ ഒഴിഞ്ഞളഞ്ഞു. പക്ഷേ വഴിയുണ്ട്.
നീ ഒന്ന് ശ്രമിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ സിംസൺ പറഞ്ഞതും ഹെലൻ ഒന്ന് ചിരിച്ചു. ഡസൻ റൈസിനെ വളഞ്ഞിട്ട് പിടിക്കാനാണ് അവരുടെ തീരുമാനം. ഈ സംഭാഷണം അങ്ങനെ ആ മുറിയിൽ നടക്കുമ്പോൾ ഓവൻ ഓടിക്കുന്ന ലാൻഡ് റോവറിനകത്തിരിക്കുന്ന ഇസബല്ല വല്ലാത്ത ദേഷ്യത്തിലാണ്. ഓവൻ, അവൻ ആൾ ശരിയല്ല. ഇസബല്ല, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ നീ എന്തിനാ 25% 10% വെട്ടിക്കുറച്ചത്? ഓവൻ, സതേൺ മേഖലയിൽ നമ്മുടെ ഓയിൻമെന്റ് ഉണ്ടാക്കിയ റിഫ്ലക്ഷൻ നമ്മൾ രാവിലെ കണ്ടതാണ്. എനിക്ക് ഉറപ്പാണ് നമ്മുടെ ഓയിൻമെന്റ് ഈ സ്റ്റോണിയ കീഴടക്കും. അങ്ങനെ ഇസബല്ല പറഞ്ഞതും ഓവൻ ഇസബല്ലയോട് ചോദിച്ചു, ഇസബല്ല, ആ സിംസന് വല്ലാത്തൊരു കോൺഫിഡൻസ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, നീ അത് ശ്രദ്ധിച്ചായിരുന്നു? ഓവൻ, ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. നമ്മളെ അവിടുന്ന് പറഞ്ഞു വിടാൻ അത് ശരിക്കും വല്ലാത്ത ധൈര്യം കാണിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മാർക്കറ്റിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റിനെ നമ്മുടെ പ്രോഡക്റ്റ് ഓവർടേക്ക് ചെയ്യുകയാണെന്ന് അറിഞ്ഞിട്ടും നമ്മളെ ഒഴിവാക്കാൻ അവൻ കാണിച്ച ആ ഒരു വ്യഗ്രത ഒരു സംശയം ഉണ്ടാക്കുന്നുണ്ട്. സിംസൺ എന്തുകൊണ്ട് അവരെ അവിടുന്ന് അടിച്ചു പുറത്താക്കാൻ പോലും ധൈര്യം കാണിച്ചു എന്നൊരു ചോദ്യം ഇസബല്ലയുടെയും അതുപോലെ ഓവന്റെയും മനസ്സിലുണ്ട്. സിംസന്റെ പെരുമാറ്റം അവരുടെ പ്രതീക്ഷ പോലെയൊന്നും ആയിരുന്നില്ല. സിംസൺ വല്ലാത്ത കോൺഫിഡൻസിലാണ് അവരോട് സംസാരിച്ചത്. അത് ഒരു സംശയം ഉളവാക്കുന്ന കാര്യമാണ്. സാധാരണഗതിയിൽ മാർക്കറ്റ് ലീഡേഴ്സിന്റെ ടോർച്ച് ബയേഴ്സ് എന്ന് വിളിക്കാൻ കഴിയുന്ന ആ ഉൽപ്പന്നം മാർക്കറ്റിൽ ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ ആരും ഒന്ന് പതറേണ്ടതാണ്. ഇവിടെ സിംസൺ തീരെ പതറിയിട്ടില്ലെന്ന് മാത്രവുമല്ല, ആ ചലഞ്ച് ഉയർത്തിയ ചോർബി കുടുംബത്തിലെയും അതുപോലെ സ്റ്റാറ്റ്ഫോർഡ് കുടുംബത്തിലെയും ആളുകളെ നിർദാക്ഷിണ്യം അവരുടെ ഓഫീസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതൊരു സംശയം ജനിപ്പിക്കുന്ന രംഗമാണ്. എന്താണ് അതിന്റെ കാരണമെന്ന് അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് മനസ്സിലായില്ല. പക്ഷെ ഇതേ സമയത്ത് അതിന്റെ കാരണക്കാരനായ ഡസ്റ്റിനും ഹെലനും ശരിക്കും തിരക്കിലാണ്. അടുത്ത 2 ദിവസവും ഡസ്റ്റിൻ ഹീൽവെൽ ക്ലിനിക്കിലും അതുപോലെ ലങ്കാസ്റ്റർ കുടുംബത്തിലുമായിരുന്നു. ഹീൽവെൽ ക്ലിനിക്കിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. ഡോക്ടർ എലിജോ ആ നിർമ്മാണം നിരീക്ഷിച്ചുകൊണ്ട് അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ഡസൻ ഹീൽവെൽ ക്ലിനിക്കിന്റെ നിർമ്മാണ പരിപാടികൾ നോക്കി വിലയിരുത്തുന്നതോടൊപ്പം തന്നെ ലങ്കാസ്റ്റർ കുടുംബത്തിൽ വന്ന് അവിടെയുള്ള എക്സ്പെർട്ടുകൾക്ക് ആ ജെയ്ഡ് ഡ്യൂ ഓയിൻമെന്റ് ഉണ്ടാക്കാനുള്ള പ്രോസസ്സ് പഠിപ്പിക്കുകയാണ്. ശരിക്കും മിടുക്കരായ ഒരു കൂട്ടം ആളുകളെയാണ് അവിടെ തിരഞ്ഞെടുത്തത്. അവരെ ഓയിൻമെന്റിന്റെ ഇൻഗ്രീഡിയൻസും അവയുടെ കോമ്പിനേഷൻസും അവ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ ഡസൻ സവിസ്തരം പഠിപ്പിക്കുകയാണ്. ശരിക്കും നല്ലൊരു ടീച്ചർ ഡസന്റെ ഉള്ളിലുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ശൈലിയിലാണ് ഡസൻ ആ ആളുകളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതിവേഗം 2 ദിവസവും കടന്നുപോയി. 3-ാം ദിവസം ഡസൻ റൈസ് അവന്റെ വില്ലയിൽ ലോറൻസയുടെ അടുത്ത് നിൽക്കുകയാണ്. കൂടെ എലിജിയുമുണ്ട്. ലോറൻസയുടെ അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മോശമാവുകയാണ്. ഡസൻ റൈസ് അയാളുടെ ഇന്റേണൽ എനർജി ഉപയോഗിച്ച് ഒരു പരുവത്തിൽ ലോറൻസയുടെ കണ്ടീഷൻ സ്റ്റേബിൾ ചെയ്തപ്പോൾ എലിജോ ഡസനോട് പറഞ്ഞു, ഡസൻ, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ 2 മരുന്ന് കണ്ടുപിടിക്കാനായി, പക്ഷെ കിട്ടുന്നില്ല. ഡോക്ടർ എലിജോ, നമ്മളത് എത്രയും വേഗം കണ്ടുപിടിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ലോറൻസ് രക്ഷിക്കാൻ നമുക്ക് പറ്റാതെ വരും. ശരിക്കും ആ യാഥാർത്ഥ്യം ആ 2 ഡോക്ടേഴ്സും തിരിച്ചറിയുകയാണ്. ഇനി അധിക ദിവസം കൂടി ലോറൻസോയെ ആ ശൈലിയിൽ പിടിച്ചു നിർത്താൻ അവർക്ക് പറ്റാതെ വരും. ഏകദേശം 11 വർഷമായി ലോറൻസോ ആ കിടപ്പിൽ കിടക്കുകയാണ്. അയാളുടെ വൈറ്റൽ ഓർഗൻസ് ഒക്കെയും ഏതാണ്ട് പ്രവർത്തന രഹിതമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആ ശൈലി കിടന്നാൽ അധിക നാള് ലോറൻസോ ജീവിച്ചിരിക്കില്ല. ആ കാര്യം ഡസൻ റൈസും ഡോക്ടർ എലിജി കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വില്ലയിൽ ഒരു വാഹനം എത്തിയ കാര്യം മാക്സിമസ് ഡസ്റ്റിനെ അറിയിച്ചു. ഡസ്റ്റിനെ കാണാനായിട്ട് ഒരാൾ വാഹനത്തിൽ എത്തിയിരിക്കുകയാണ്. ഒരു ലാൻഡ് റോവറാണ്. ഡസൻ റൈസ് ആ കോമ്പൗണ്ടിന്റെ പുറത്ത് വരുമ്പോൾ ഡസ്റ്റിൻ കാണുന്നത് സാക്ഷാൽ ഇയാൻ ബൈറന്റ് അവിടെ നിൽക്കുന്നതാണ്. ഇയാനെ കണ്ടതും ഡസൻ ചോദിച്ചു, നീ എന്താ ഇവിടെ? ഡസൻ, നീ കാര്യം മറന്നുപോയോ? എന്ത് കാര്യം? ഡസൻ, ഇന്നാണ് നീ പറഞ്ഞ ഫൈറ്റ് ദിവസം. ഓ, നിന്റെ ബൈറൻ കുടുംബത്തിലെ ആളുകളുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്ന ദിവസം അല്ലേ? ഓക്കെ, ഞാൻ മറന്നുപോയി, വാ നമുക്ക് പോവാ. ഡസൻ മാക്സിമസിനോട് യാത്ര പറഞ്ഞിട്ട് കാറിനകത്തേക്ക് കയറി. ഡസൻ കാറിനകത്തേക്ക് കയറുമ്പോ ഇപ്പൊ ഞെട്ടിയത് ഇയാനാണ്. ബൈറൻ കുടുംബത്തിന്റെ ആ ജിമ്മിൽ ചെന്ന് അവിടുത്തെ മിടുക്കരായ ആളുകളോട് എതിരിടാൻ ഡസന് വെല്ലുവിളിക്കാനായിട്ടാണ് ഇയാൻ വന്നത്. വെല്ലുവിളിക്കപ്പെടുമ്പോ ഡസൻ ഒന്ന് പതറുവെന്നും ക്ഷമ ചോദിക്കുന്നൊക്കെയാണ് ഇയാൻ കരുതിയത്. പക്ഷേ ഇയാൻ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഡസൻ കാറിലേക്ക് കയറിയത്. ഇയാൻ അമ്പരന്ന് ഡസൻ നോക്കി കണ്ടതും ഡസൻ ഇയാനോട് ചോദിച്ചു, നീ വരുന്നില്ലേ? ഡസൻ, അവിടെ നീ എന്താണ് പറയുന്നത്? അല്ല ഡസൻ, അവിടെ വലിയ ഫൈറ്റേഴ്സ് ഉണ്ടെന്നോ ഇല്ല, നീ എന്താ പറയുന്നത്? ഡസൻ, അവിടെ എൻ്റെ അങ്കിളുണ്ട്, ഓസ്കാർ ബൈറന്റ്. അദ്ദേഹം അതിശക്തനാണ്. ഓസ്കാർ ബൈറന്റിന്റെ ഒരു ഇടിക്ക് നീ തികയത്തില്ല. നിന്റെ അങ്കിൾ ശരിക്കും ശക്തനാണ്. എന്നാ നീ കാറി കയറ്. ഡസൻ റൈസിന്റെ മറുപടി വേഗം വരികയാണ്.
ഇവൻ ആള് കൊള്ളാമല്ലോ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇയാൻ കാറിലേക്ക് കയറി. ഏകദേശം ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബൈറന്റെ കുടുംബത്തിന്റെ കോമ്പൗണ്ടിലേക്ക് ആ വാഹനം ഇരച്ചെത്തി. ആ വാഹനം നേരെ എത്തിയത് ബൈറന്റെ കുടുംബത്തിലെ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ജിമ്മിന്റെ ഭാഗത്താണ്. ശരിക്കും ഒരു വലിയ കളരി തന്നെ ബൈറന്റെ കുടുംബത്തിനകത്തുണ്ട്. ബൈറന്റെ കുടുംബം സ്റ്റോണിൽ അറിയപ്പെടുക മിലിറ്ററി ഫാമിലി എന്നാണ്. ആ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകളാണ് മിലിറ്ററിയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ജനറൽമാരുണ്ട്, പലതരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. മാർഷൽ ആർട്സിലും ബോഡി ബിൽഡിങ്ങിലും ചെറുപ്പക്കാരെ കുഞ്ഞുനാൾ മുതലേ പരിശീലിപ്പിക്കുന്ന ബൈറന്റെ കുടുംബം അവരെ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആർമിക്ക് ആവശ്യമായ മിടുക്കരായ ഉദ്യോഗസ്ഥരെ സപ്ലൈ ചെയ്യുന്ന ആ ബൈറന്റെ കുടുംബം അതുകൊണ്ട് കൂടിയാണ് മിലിറ്ററി കുടുംബം എന്ന് അറിയപ്പെടുന്നത്. ആ മിലിറ്ററി കുടുംബത്തിന്റെ ജിമ്മിലേക്കാണ് ഇപ്പോൾ ഡസൻ റൈസ് ഇയാനുമായി എത്തിയത്. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഡസൻ ആ ജിമ്മും പരിസരങ്ങളൊക്കെ കണ്ടു. ജിമ്മിലേക്ക് നോക്കിയിരിക്കുന്ന ഡസനോടായി ഇയാൻ പറഞ്ഞു, ഹേയ് ഡസൻ, ഇപ്പോഴും നിനക്ക് സമയമുണ്ട്. എന്റെ മുന്നിൽ മുട്ടുകുത്തി മാപ്പ് പറഞ്ഞിട്ട് നിനക്ക് വേണമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടാം. ഹേയ് ഇയാൻ, എന്നാ നീ ആളെ കളിയാക്കിയാണ്? ഫൈറ്റ് ചെയ്യാൻ ആരുമില്ലേ? എനിക്കാണെങ്കിൽ പോയിട്ട് ധൃതിയുണ്ട്. നീ വിളിച്ചോണ്ട് മാത്രം ഞാൻ വന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ വേഗം റിങ്ങിലേക്ക് നടക്കുകയാണ്. ഛേ, ഇവൻ കൊള്ളാമല്ലോ. റിങ്ങിലേക്ക് നടക്കുന്ന ഡസനെ നോക്കി ഇയാൻ മനസ്സിൽ അത് പറഞ്ഞപ്പോ റിങ്ങിന്റെ ഒരു ഭാഗത്ത് പവലിയനിൽ ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലിയാം ബൈറന്റ് റിങ്ങിന്റെ നേരെ നടന്നു വരുന്ന ഡസനെ കണ്ടു. ശരിക്കും ലിയാം ഒന്ന് ഞെട്ടി എന്ന് പറയാം. ലിയാമാണ് ഡസൻ റൈസിനെ ഫൈറ്റിലേക്ക് വെല്ലുവിളിച്ചത്. ഫൈറ്റിലേക്ക് വെല്ലുവിളിക്കുമ്പോൾ ഡസൻ വരില്ലെന്നാണ് യഥാർത്ഥത്തിൽ ലിയാം കരുതിയിരുന്നത്. അയാളെ അമ്പരപ്പിച്ചുകൊണ്ട് ഇതാ ഡസൻ റിങ്ങിലേക്ക് തന്നെ വരികയാണ്. അത് കണ്ടതും ലിയാം ഉറക്കെ ഡസനോട് പറഞ്ഞു, ഡസൻ, നിന്നെ ഞാൻ സമ്മതിച്ചെന്നിരിക്കുന്നു. ഞാൻ യഥാർത്ഥത്തിൽ നീ ഇങ്ങോട്ട് വരില്ലെന്നാ കരുതിയത്. ലിയാമിന്റെ സംബോധന റിങ്ങിലേക്ക് കടക്കുന്ന ഡസൻ കേട്ടു. ഡസൻ തിരിഞ്ഞ് ലിയാമിനോട് പറഞ്ഞു, മിസ്റ്റർ ലിയാം, എനിക്ക് പോയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നിങ്ങൾ ആരാ ഞാനുമായി മത്സരിക്കുന്നത്? വേഗം അവരെ ഇങ്ങോട്ട് വിട്. ഡസൻ റൈസിന്റെ ആ വാക്കുകൾ ബൈറൻ കുടുംബത്തിന്റെ ആ ജിമ്മിന് ചുറ്റുമുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ശരിക്കും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. ബൈറൻ കുടുംബം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മിലിറ്ററി കുടുംബമാണ്. അനവധി പട്ടാളക്കാരെ സൃഷ്ടിച്ചിട്ടുള്ള ആ റിങ്ങിൽ കയറി നിന്നുകൊണ്ട് ഇതാ ഒരു ചെറുപ്പക്കാരൻ ബൈറന്റെ കുടുംബത്തെ വെല്ലുവിളിക്കുകയാണ്. ഡസന്റെ ആ ഡയലോഗ് കേട്ടപ്പോ ലിയാം ശരിക്കും ഒന്ന് വിളറിയെന്ന് പറയാം. ലിയാം ഡസനോട് ചോദിച്ചു, ഡസൻ, നിനക്ക് ജീവിച്ച് കൊതു തീർന്നില്ലേ? മിസ്റ്റർ ലിയാം, നോക്ക്, എനിക്ക് ഒത്തിരി തിരക്കുണ്ട്. ആരാ ഞാനുമായി മത്സരിക്കുന്നത്? ആളെ ഇങ്ങോട്ട് പറഞ്ഞുവിട്. ഡസൻ റൈസ് വീണ്ടും ധൃതിയിൽ ആ വാക്കുകൾ ആവർത്തിച്ചതും ലിയാം തൊട്ട് പുറകെ നിൽക്കുന്ന ആളൊന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ ആ മനുഷ്യൻ അതിവേഗം റിങ്ങിലേക്ക് വന്നു. ശരിക്കും ഒരു 6 അടി പൊക്കമുള്ള ആചാരബാഹുവായ ഒരാളാണ് റിങ്ങിലേക്ക് വന്നത്. അയാൾ റിങ്ങിലേക്ക് കയറുന്ന കണ്ടതും ഇയാൻ ഡസനോട് പറഞ്ഞു, ഡസൻ, ഇത് മിസ്റ്റർ ബോണർ ആരാണെന്ന് നീ ഇപ്പൊ മനസ്സിലാക്കും. അത് പറഞ്ഞിട്ട് ഇയാൻ ഒന്ന് ചിരിച്ചു. ഇയാൻ ചിരിക്കുന്ന കണ്ടതും അവിടെ കൂടിയുന്ന ആളുകളൊക്കെ ചിരിക്കുകയാണ്. ബോണർ ആരാണെന്ന് അവർക്കൊക്കെ അറിയാം, അതുകൊണ്ടാണ് അവരൊക്കെ ചിരിച്ചത്. ഡസൻ റൈസ് ഇയാനോട് പറഞ്ഞു, നീ പറഞ്ഞത് വിശ്വസിക്കാമല്ലോ അല്ലേ? എന്താ ഡസൻ അങ്ങനെ ചോദിച്ച്? അല്ല, എന്നെ ഒരു ഇടിക്കുമ്പോൾ തികയൂലല്ലേ? ഡസൻ റൈസ് ചോദിച്ച ചോദ്യം കേട്ടപ്പോ ശരിക്കും ഇയാൻ അമ്പരപ്പോടെ ഡസൻ നോക്കുകയാണ്. ഡസൻ എന്താ ചോദിച്ച? ഇടാ, ഞാൻ ചോദിച്ചു മനസ്സിലായില്ലേ? എന്റെ ഒരു ഇടിക്ക് അവൻ തികയുമല്ലോ എന്നാണ് ചോദ്യം. വെറുതെ എന്റെ കൈ മെനക്കെടുത്താൻ വയ്യാത്തോണ്ടാണ്. ഡസൻ വീണ്ടും അത് പറയുമ്പോ ആ സംഭാഷണം സ്വാഭാവികമായും ബോണർ കേട്ടു. ബോണർക്ക് ദേഷ്യം അങ്ങനെ ഇരച്ചു കയറുകയാണ്. കൂടുതൽ ആലോചിക്കാനോ പറയാനോ സംസാരിക്കാനോ തയ്യാറാവാതെ ബോണർ മുന്നോട്ട് കുതിച്ചു. ഒറ്റയിടിക്ക് ഡസൻ തീർക്കാനുള്ള ദേഷ്യത്തോടുകൂടി മുന്നോട്ട് കുതിച്ച ബോണർ ഓടി വന്ന് അതിവേഗം ഡസനെ ഒറ്റയിടി. പക്ഷെ അടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് അതേ ബോണർ കുറച്ച് പുറകിലുള്ള ചുവരിൽ ഇടിച്ച് താഴേക്ക് വീഴുന്നതാണ്. എന്താണ് സംഭവിച്ചെന്ന് ആർക്കും ഒരു പിടിയില്ല. പക്ഷെ ബോണർ മുന്നോട്ട് ഓടിയതും പുറകോട്ട് തെറിക്കുന്നതും ആള് കണ്ടു എന്നുള്ള സത്യമാണ്. അവർ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളല്ല സംഭവിച്ചിരിക്കുന്നത്. തികച്ചും അപ്രതീക്ഷിതമായി ആ ബൈറൻ കുടുംബത്തിലെ ശക്തനായ ഡോണർ ഡസന്റെ ശരീരത്തിൽ ഇടിച്ച് തെറിച്ച് ദൂരേക്ക് വീണിരിക്കുകയാണ്. ശരിക്കും ഒരു ട്രെയിനിൽ ചെന്ന് ഇടിച്ച ഒരാൾ വീഴുന്നത് പോലെയാണ് ഡോണർ തെറിച്ചു വീണത്. അയാൾ ചെന്നിടിച്ച ചുവരിൽ അയാളുടെ ഒരു അടയാളം അവിടെ പതിഞ്ഞിട്ടുണ്ട്. എന്തൊരു ശക്തിയിലായിരിക്കും അയാൾ തിരിച്ച് പുറകോട്ട് തെറിച്ചതെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വളരെ അപൂർവം ആളുകൾക്കേ മനസ്സിലായുള്ളൂ. അങ്ങനെ മനസ്സിലായ ആളുകളുടെ കൂട്ടത്തിൽ സാക്ഷാൽ ലിയാം പെടും. ലിയാം അത് കണ്ടിരുന്നു. ഡോണർ അതിശക്തമായി ഡസനെ ഇടിക്കുന്നതും ഡസൻ കൈകൊണ്ട് തടുക്കുന്നതും. ആ തടുക്കൽ ഡോണറെ ഇത്ര വേഗത്തിൽ ഇത്ര ശക്തമായി
പുറകോട്ട് തള്ളിക്കുമെന്നുള്ള കാര്യം ലിയാമിനോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡോണർ അനക്കമില്ലാതെ കിടക്കുകയാണ്. ചുവലിടിച്ച് താഴേക്ക് വീണ ഡോണറുടെ ബോധം പോയെന്ന അർത്ഥം. ഇപ്പോ എന്റെ സദസ്സും ശരിക്കും നിശബ്ദമാണ്. ബൈറൺ കുടുംബത്തിന്റെ വിജയം കാണാനാണ് ആ ബൈറൺ കുടുംബത്തിലെ ആളുകൾക്കൊക്കെ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അവർ അമ്പരപ്പിച്ചുകൊണ്ട് ഇതാ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. പെട്ടെന്ന് ഡസ്റ്റിൻ ലിയാമിനോട് ചോദിച്ചു, മിസ്റ്റർ ലിയാം, ഇതെന്താ ഇത്? ഒരു ഇടിക്ക് പോലും തികയാത്ത ആളുകളെയാണോ എന്നെ നേരിടാനായി ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? ഇതിപ്പോ എന്റെ സമയം പാഴാക്കി കളഞ്ഞതുപോലെ ആയല്ലോ. എന്താ നിങ്ങളുടെ ഈ ബൈറൺ കുടുംബത്തില് ശക്തരാരും ഇല്ലേ? ഡസൻ മൈസിന്റെ ചോദ്യത്തിന് ഒരു മറുപടിയും പറയാനാകാതെ ആളുകൾ അങ്ങനെ നിൽക്കുമ്പോൾ ലിയാം ചുറ്റും ഒന്ന് നോക്കുകയാണ്. ലിയാം ചുറ്റുമുള്ള ബൈറൺ കുടുംബാംഗങ്ങളോട് പറഞ്ഞു, ഏയ്, നിങ്ങളിൽ ആരാ ഇനി ഡസൻ നേരിടാൻ പോകുന്നത്? ലിയാമിന്റെ ചോദ്യം കേട്ടതും സകലതയും തലങ്ങ് കുനിഞ്ഞു. ഡോണർ അതിശക്തനാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. ആ ഡോണറെ ഒറ്റ ഇടിക്ക് ബോധം കെടുത്തിയ ഡസൻ റയസിനെ നേരിടാനാണ് ലിയാം വിളിക്കുന്നത്. ആത്മഹത്യ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇങ്ങോട്ട് വരൂ എന്ന് ലിയാം പറയുമ്പോഴെയാണ് അവർക്കൊക്കെ തോന്നിയത്. സ്വയം മരണത്തെ പുൽകാൻ ആർക്കാ താല്പര്യം ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും ഇയാനും തലകുനിച്ചിരിക്കുകയാണ്. പക്ഷെ ലിയാമിന്റെ കണ്ണുകൾ അവസാനം ഇയാനിൽ തന്നെ ചെന്ന് പറ്റി. ഇയാൻ, നീ ഇവിടെ വാ. ലിയാം തന്നെ വിളിക്കുന്ന കേട്ടോ ഇയാൻ ഒന്ന് ഞെട്ടി. അങ്കിൾ, ഞാൻ 2 ദിവസം മുമ്പ് ഫൈറ്റ് ചെയ്തപ്പോ ശരിക്കും പരിക്ക് പറ്റി. ഇയാൻ, അതൊന്നും സാരമില്ല. അന്ന് നീ നിന്റെ ശക്തി പുറത്തെടുത്തില്ലെന്ന് എനിക്കറിയാം. നീ ഇവിടെ വാ. അല്ലെങ്കിൽ സത്യമായിട്ടും എനിക്ക് പരിക്കുണ്ട്. ഞാൻ ഇപ്പൊ ഇറങ്ങിക്കേറിയ ശരിയാകില്ല. ഇയാൻ, ഞാൻ പറഞ്ഞില്ലേ സാരമില്ലെന്ന്. അല്ല അങ്കിൾ, എനിക്ക് ഒറ്റയ്ക്ക് തൽക്കാലം പാടാണ്. നമുക്ക് ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ ഡസ്റ്റിനെ നേരിടാം. എനിക്ക് പരിക്കുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ അങ്കിളിനോട് ഇങ്ങനെ പറയില്ലല്ലോ. ഇയാൻ ബൈറൺ അങ്ങനെ പറഞ്ഞപ്പോ ആ ബൈറൺ കുടുംബത്തിലെ സകല ആളുകൾക്കും ഒരു താല്പര്യം. ഒറ്റയ്ക്ക് അവർക്ക് ഡസ്റ്റിനെ നേരിടാൻ പറ്റില്ലെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ ഗ്രൂപ്പായിട്ടാണെങ്കിൽ ഡസ്റ്റിനെ നേരിടുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇയാന്റെ ആ അപേക്ഷ സ്വാഭാവികമായിട്ടും ആളുകളുടെ ഇടയിൽ അനുകൂലമായ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്ന കണ്ടതും ലിയാം പറഞ്ഞു, ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. കേൾക്കേണ്ട താമസം ഒരു ടീം പെട്ടെന്ന് റെഡിയാവുകയാണ്. ആ ടീം റിങ്ങിന് നേരെ നടക്കാൻ തുടങ്ങിയതും പുറത്തുനിന്ന് ഒരു ശബ്ദം, എന്തായി കാണിക്കുന്നത്? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഒരു സുന്ദരി അകത്തേക്ക് വരുന്നത് മറ്റാരുമല്ല, നടാഷ ഹാർമൺ തന്നെയാണ്. സുന്ദരിയായ നടാഷ ഹാർമൺ അങ്ങോട്ട് നടന്നു വരുന്ന കണ്ടതും ബൈറൺ കുടുംബാംഗങ്ങൾ അത്ഭുതത്തോടെ നടാഷയെ നോക്കുകയാണ്. അതേ സമയത്ത് ലിയാം ചാടി എണീറ്റ് പോയി. അതിന്റെ കാരണം നടാഷയ്ക്കൊപ്പം നടന്നു വരുന്ന മനുഷ്യനാണ്. ലിയാം ചാടി എണീക്കണതും ബാക്കിയുള്ള ആളുകളൊക്കെ ചാടി എണീറ്റു. എല്ലാവരുടെ കണ്ണുകളും നടാഷയ്ക്ക് ഒപ്പം നടക്കുന്ന ആ മനുഷ്യനിലാണ്. നടന്നു വരുന്നത് സാക്ഷാൽ ഡ്യൂക്ക് റിച്ചാർഡ് ഡങ്കൻ ബലാഡാണ്. ഡ്യൂക്ക് ഡങ്കനെ എല്ലാവർക്കും അറിയാം. ഡങ്കൻ കുടുംബം ബൈറന്റെ കുടുംബം പോലെ തന്നെ ഒരു റോയൽ കുടുംബമാണ്. റോയൽ കുടുംബത്തിലെ ഡ്യൂക്ക് അങ്ങോട്ട് വരുന്നത് കണ്ടതും ലിയാം ഓടി ഡ്യൂക്കിനടുത്തേക്ക് വന്നു. ഹലോ സർ, അങ്ങെന്താ ഇങ്ങോട്ട് വന്നത്? ലിയാം, ഒരു നേരം പോക്കിനായിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടെന്നോ കാണാൻ നല്ല രസമുണ്ടെന്നൊക്കെ ഞാൻ കേട്ടു, അതുകൊണ്ട് വന്നതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡ്യൂക്ക് ഡങ്കൻ ഒരു കസേരയുടെ അടുത്ത് ഇരിക്കാൻ പോയതും ലിയാമിനോടായി നടാഷ് ചോദിച്ചു, അല്ലെ മിസ്റ്റർ ലിയാം, എന്താ കാണുന്നത്? നമ്മളന്ന് സംസാരിച്ചത് 1-to-1 ഫൈറ്റ് അല്ലേ? ഇതെന്താ ഒരു ഗ്രൂപ്പ് ആളുകൾ ഡസ്റ്റിനെ നേരിടാൻ ഇറങ്ങിയിരിക്കുന്നത്? നടാഷക്കാരനോ അങ്ങനെയല്ല, അവര് ഡസ്റ്റിനോടൊന്ന് കാര്യം ചോദിക്കാൻ പോകുന്നതാണ്. എല്ലാരും പോന്നേ. പെട്ടെന്ന് ലിയാം അങ്ങനെ വിളിച്ചു പറഞ്ഞതും റിങ്ങിലേക്ക് കയറാൻ പോയ ആളുകൾ എല്ലാം അങ്ങ് പിന്മാറി. അത് കണ്ടതും നടാഷ ഡസ്റ്റിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, ഞാൻ പറഞ്ഞതല്ലേ ഇവിടേക്ക് ഫൈറ്റിന് വരുന്നതിന് മുമ്പ് എന്നെ അറിയിക്കണമെന്ന്? നടാഷ, സത്യമായിട്ട് നിന്നെ അറിയിക്കണമെന്ന് ഞാൻ ധരിച്ചിരുന്നതാണ്, പക്ഷെ എനിക്കത് പറ്റിയില്ല. ഈ ഇയാൻ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ്. ഡസ്റ്റിൻ യഥാർത്ഥത്തിൽ നടാഷയോട് കാര്യങ്ങൾ പറയണമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ പെട്ടെന്ന് ഇയാൻ വാഹനവുമായി വന്ന് വിളിച്ചപ്പോൾ ഡസ്റ്റിൻ കൂടെങ്ങി പോകുന്നതാണ്. അത് നടാഷയോട് പറഞ്ഞപ്പോൾ നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഇവര് ചതിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ ഗ്രാൻഡ് പേ കൂടെ കൊണ്ടുവന്നത്. നടാഷ അത് പറഞ്ഞപ്പോൾ ഡസ്റ്റിൻ കസേര ഇരിക്കുന്ന ഡ്യൂക്കിനെ കണ്ടു. ഡ്യൂക്കിനെ നടാഷ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ന്യായയുക്തമായ രീതിയിൽ ഫൈറ്റ് നടക്കുന്നു ഉറപ്പുവരുത്താനാണ്. ഡസ്റ്റിൻ നടാഷയോട് ചോദിച്ചു, നടാഷ, നിനക്ക് ഞാൻ തോറ്റുപോകുന്ന അങ്ങനെ ഭയമുണ്ടോ? ഡസ്റ്റിൻ, അങ്ങനെ ഒരു പേടിയും എനിക്കില്ല. എന്നാലും ഇവര് ചതിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നൽ എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഗ്രാൻഡ് പേ കൊണ്ടുവന്നത്. അങ്ങനെ നടാഷ പറഞ്ഞതും ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, ഓക്കെ നടാഷ, ആദ്യം ഫൈറ്റ് കഴിയട്ടെ. ഡസ്റ്റിനോട് യാത്ര പറഞ്ഞിട്ട് നടാഷ വീണ്ടും ഡ്യൂക്കിനടുത്തെത്തി. ഡ്യൂക്കിനോടായി നടാഷ പറഞ്ഞു, ഗ്രാൻഡ് പാ, ആ നിൽക്കുന്നതാണ് ഡസ്റ്റിൻ, എന്റെ ഉഡ്ബിയാണ്. നടാഷ, നിന്റെ ഉഡ്ബി സുന്ദരനാണല്ലോ. ഗ്രാൻഡ് പാ, ഡസ്റ്റിൻ ആള് മിടുക്കനാണ്. മാർഷൽ ആർട്സിലും അതുപോലെ മെഡിസിനിലും ഡസ്റ്റിൻ ഒരു സംഭവമാണ്. അങ്ങനെയാണോ? അതെ ഗ്രാൻഡ് പാ,
ഗ്രാൻഡ്മയ്ക്ക് സത്യമായിട്ടും ഡസ്റ്റിനെ ഇഷ്ടപ്പെടും. ഓഹോ, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് ഡ്യൂക്ക് മത്സരം കാണാനുള്ള ആ സീറ്റിലേക്ക് ഇരുന്നു. നടാഷ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. മത്സരം നടക്കേണ്ട ആ റിങ്ങിൽ ഡസൻ റൈസ് മാത്രമാണ് ഉള്ളത്. ഡ്യൂക്ക് എത്തി 3-4 മിനിറ്റ് ആയിട്ടും ആ റിങ്ങിലേക്ക് ആരും കടക്കുന്നില്ല. അത് കണ്ടതും ഡ്യൂക്ക് ഉറക്കെ ലിയാമിനോട് ചോദിച്ചു, ഏയ് ലിയാം, എന്താ ഇത്? ആരുമില്ലേ മത്സരിക്കാൻ? ഡ്യൂക്ക് ലിയാമിനോട് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ലിയാം ഇയാനെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. ഇയാൻ, നീ പേടിക്കണ്ട, ഡസ്റ്റിനെ നേരിടാൻ നിനക്ക് പറ്റും. ഞാനല്ലേ പറയുന്നത്, നീ കേറ്. ലിയാം ശരിക്കും നിർബന്ധിച്ചപ്പോ ഇയാന് റിങ്ങിൽ കയറുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഇയാൻ ഒരു പരുവത്തിൽ റിങ്ങിലേക്ക് കയറി. ഇയാന് റിങ്ങിൽ കണ്ടതും ഡസ്റ്റിൻ ഇയാനോട് ചോദിച്ചു, ഹേയ് ഇയാൻ, നിനക്ക് ഫൈറ്റ് ചെയ്യാനൊക്കെ പറ്റുമോ? ഞാൻ സത്യമായിട്ട് നിന്നെ ഇടിക്കുവേ. ഡസ്റ്റിൻ അത് പറഞ്ഞതും ഇയാൻ ഡസ്റ്റിനെ നോക്കിയിട്ട് വയറിലൊന്ന് പിടിച്ചു. ഡസ്റ്റിൻ പ്ലീസ് അല്പം വെയിറ്റ് ചെയ്യണേ, എന്റെ വയർ അത്ര ശരിയല്ല. അങ്ങനെ പറഞ്ഞിട്ട് ഇയാൻ റിങ്ങിൽ നിന്നിറങ്ങി ഒരൊറ്റ ഓട്ടം. ടോയ്ലറ്റുകൾ ഉള്ള ഭാഗത്തേക്കാണ് ഇയാൻ ഓടുന്നത്. റിങ്ങിൽ നിന്ന് ഇയാൻ ഇറങ്ങി ഓടുന്ന കണ്ടതും ആളുകൾ ഇയാനോട് ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഏയ് ഇയാൻ അങ്ങോട്ട് പോകുന്നു, ഞാനേ ടോയ്ലറ്റിലൊന്ന് പോവുകയാണ്, ഇപ്പൊ വരാം. റിങ്ങിൽ നിന്ന് ഇയാൻ ടോയ്ലറ്റിലേക്ക് ഇറങ്ങി ഓടുന്ന കാഴ്ച സ്വാഭാവികമായിട്ടും നടാഷയെ ഒന്ന് ചിരിപ്പിച്ചു. നടാഷ പൊട്ടിച്ചിരിക്കുന്ന കണ്ടപ്പോ ലിയാമിന് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വരികയാണ്. ലിയാം കൂടുതൽ ആളുകളോട് പറഞ്ഞു, ഛേ, അവൻ നമ്മളെ നാണം കെടുത്തിയല്ലോ. ഏയ് അങ്കിൾ ലിയാം, ഇത് എന്താ ഇത്? റിങ്ങിലേക്ക് കയറിയ ആള് പേടിച്ച് ടോയ്ലറ്റിലേക്ക് ഓടി കയറുകയോ? കഷ്ടം തന്നെ. നിങ്ങളുടെ ബൈറൺ കുടുംബത്തിൽ ഡസ്റ്റിനോട് ഫൈറ്റ് ചെയ്യാൻ ആരുമില്ലേ? നടാഷ ഉറക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബൈറൺ കുടുംബത്തിലെ ആളുകളുടെയൊക്കെ തല ഒന്ന് കുനിയുകയാണ്. ശരിക്കും അവര് ഡസ്റ്റിനെ നേരിടാൻ കപ്പാസിറ്റി ഉള്ള ആളുകളല്ല എന്ന് അവർക്കൊരു തോന്നലുണ്ട്. ആ തോന്നൽ ഇയാൻ ഇറങ്ങി ഓടിയപ്പോ ഒന്നുകൂടെ ഉറക്കുകയാണ്. ലിയാം അടുത്തേക്കുന്ന ആളോട് പറഞ്ഞു, നിങ്ങൾ പോയി ആ ടോയ്ലറ്റിന് അടുത്തേക്ക്, അവനെ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയ ഉടൻ ഇവിടേക്ക് കൊണ്ടുവരണം. ലിയാം അത് പറഞ്ഞതും 2-3 ആളുകൾ ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് നടന്നു. അല്പസമയം കഴിഞ്ഞതും അവർ ഓടി വരികയാണ്. സർ ലിയാം, ഇയാം അവിടെ ഇല്ല, ഇയാൻ അവിടെ ഇല്ലേ? സർ ലിയാം, ഇയാം മതിൽ ചാടി പുറത്തുപോയി. ടോയ്ലറ്റിന് പുറകിലുള്ള ചെറു മതിൽ ചാടി ഇയാൻ രക്ഷപ്പെട്ടു എന്ന് ആ ആളുകൾ പറഞ്ഞതും നടാഷയും ഡ്യൂക്കും മാത്രമല്ല അനവധി ആളുകൾ ചിരിച്ചു പോവുകയാണ്. അതേസമയം ബൈറൺ കുടുംബത്തിന്റെ ഏറ്റവും കോർ മെമ്പേഴ്സ് വല്ലാതങ്ങ് വിളറുകയും ചെയ്തു. ഡ്യൂക്ക് നടാഷയോട് പറഞ്ഞു, ഏയ് നടാഷ, നീ ഒരു ഫൈറ്റ് കാണിക്കാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പൊ ഇതാ ഒരു ഫൈറ്റും ഇല്ലല്ലോ. ഏയ് ലിയാം, എന്താ ഇത്? ആരും ഇല്ലേ ഫൈറ്റ് ചെയ്യാൻ? ഡസ്റ്റിൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു? അങ്ങനെ ഡ്യൂക്ക് ചോദിച്ചതും ബൈറൺ കുടുംബത്തിന്റെ വാതിലിൽ കുറച്ച് ആളുകൾ വരുന്ന ശബ്ദം കേട്ടു. എല്ലാവരും അങ്ങോട്ട് തിരിയുമ്പോൾ ഒരു ടീം അങ്ങോട്ട് നടന്നു വരികയാണ്. ആ ടീമിന്റെ ഏറ്റവും മുന്നിലുള്ളത് ബൈറൺ കുടുംബത്തിന്റെ തലവൻ സാക്ഷാൽ ടോംസ് ബൈറന്റാണ്. ടോംസിനൊപ്പം ഒരു ടീം തന്നെ ഉണ്ട്. ടോംസിന്റെ കൂടെ സുന്ദരിയായ ഒരു പെൺകുട്ടിയുമുണ്ട്. ആ പെൺകുട്ടിക്ക് ഒപ്പം സാക്ഷാൽ ഇയാൻ ബൈറന്റുമുണ്ട്. ടോംസ് അങ്ങോട്ട് നടന്നു വരുന്ന കണ്ടതും ചാടി എണീറ്റ് ലിയാം ടോംസിനോട് ചോദിച്ചു, ചേട്ടാ എന്താ ഇങ്ങോട്ട് വന്നേ? ഹേയ് ലിയാം, ഇവിടെ ഡ്യൂക്ക് എത്തിയെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ വരണ്ടേ? ടോംസ് നടന്ന് ഡ്യൂക്കിനടുത്ത് എത്തി. ഹലോ ഡ്യൂക്ക് ഡങ്കൻ, അങ്ങേക്ക് സ്വാഗതം. ഞങ്ങളുടെ ബൈറൺ കുടുംബത്തിലേക്ക് അങ്ങ് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഏയ് ടോംസ്, ഔപചാരികതൊന്നും വേണ്ട, ഇരിക്കെ. എത്ര നാളായി നിന്നൊന്ന് കണ്ടിട്ട്? ടോംസ് ബൈറൻറ്റും ഡ്യൂക്ക് ഡങ്കനും അവരുടെ ആ സൗഹൃദം പരസ്പരം പുതുക്കുമ്പോൾ ഇയാനോടായി ലിയാം പറഞ്ഞു, ഇയാൻ, നീ റിങ്ങിലേക്ക് കയറ്. റിങ്ങിലേക്ക് കയറാൻ ലിയാം പെട്ടെന്ന് പറഞ്ഞപ്പോ ഒന്ന് മടിച്ച ഇയാനോടായി ടോംസ് പറഞ്ഞു, ഏയ് ഇയാൻ, പറഞ്ഞത് കേട്ടില്ലേ, റിങ്ങിലേക്ക് കയറ്. ബൈറൺ കുടുംബത്തിന്റെ കാരണവർ കൂടിയായ ടോംസ് ബൈറന്റ് അങ്ങനെ പറഞ്ഞപ്പോ അനുസരിക്കുകയല്ലാതെ വേറെ മാർഗം ഇയാനില്ല. ഇയാൻ ഒരു പരുവത്തിൽ റിങ്ങിലേക്ക് കയറി. റിങ്ങിലെത്തിയ ഇയാനോടായി ഡസ്റ്റിൻ ചോദിച്ചു, ഏയ് ഇയാൻ, ടോയ്ലറ്റിൽ പോണോ? ഡസ്റ്റിൻ, നീ കളിയാക്കുന്നു വേണ്ട, നിനക്ക് ബൈറൺ കുടുംബത്തിന്റെ ശക്തി ഞാൻ ഇന്ന് കാണിച്ചു തരുന്നുണ്ട്. 2-3 ദിവസം മുമ്പ് ഡസ്റ്റിനുമായിട്ട് ഒന്ന് കോർത്തപ്പോ ഡസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഇടി വാങ്ങിച്ച വ്യക്തിയാണ് ഇയാൻ. അതിൻ്റെതായ പരിക്ക് ഇയാന്റെ ശരീരത്തിലുണ്ട്. ആ പരിക്കുകൾ വകവയ്ക്കാതെ ഇയാൻ പെട്ടെന്ന് ബൈറൺ കുടുംബത്തിന്റെ രഹസ്യ ശൈലിയിലുള്ള ഒരു ആക്ഷൻ പുറത്തെടുത്തു. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിലുള്ള പഞ്ചുകളുടെ ഒരു നിരയാണ് ആ ആക്ഷൻ. ഫയർ ഹെൽ എന്ന് വിളിക്കപ്പെടുന്ന ആ പഞ്ചിന് ഒരു വല്ലാത്ത മുഖമാണ്. ഒരാൾ ശരിക്കും വേഗതയിൽ ഓടി ആകാശത്ത് ഇടിക്കുന്ന സമയത്ത് അനവധി കൈകൾ നമ്മളെ ഇടിക്കുന്നതായി തോന്നുന്ന ഒരു ശൈലിയിലുള്ള ആക്ഷനാണ്. ശരിക്കും പ്രത്യേക രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിന്റെ ഫലമായിട്ട് നിഴൽ രൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടി. യഥാർത്ഥ കൈ എവിടെയാണെന്ന് എതിരാളിക്ക് മനസ്സിലാവത്തില്ല. അനവധി കൈകൾ ഒരുമിച്ച് എതിരാളിയുടെ മുഖത്തേക്ക് വരുമ്പോൾ ഒരു തോന്നൽ ഉണ്ടാക്കുന്ന ഒരു പരിപാടി. ഫയർ ഹെൽ എന്ന ആ ടെക്നിക് വളരെ ശ്രമകരമായ ഒരു ടെക്നിക്കാണ്.
ആ ടെക്നിക് ബൈറൻ കുടുംബത്തിലെ മിടുക്കന്മാരൊക്കെ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാടി ഉയർന്ന ഇയാന്റെ ആ ഫയർ ആൻഡ് ഹെൽ ടെക്നിക്ക് പെട്ടെന്ന് വിസിബിൾ ആക്കുമ്പോൾ കാണികൾക്ക് ഭയങ്കര ആവേശം. അതിവേഗം ഡസ്റ്റിനെ കുതിക്കുന്ന ഇയാന്റെ കൈ യഥാർത്ഥത്തിൽ ഏതാണെന്ന് അറിയാൻ കഴിയാത്ത ശരി അനവധി കൈകൾ തൊട്ടു മുന്നിൽ വരികയാണ്. ഡസ്റ്റിന് ഇതാ കിട്ടേണ്ടത് കിട്ടാൻ പോവുകയാണ്. അത് കണ്ടതും ഡ്യൂക്ക് നടാഷയോട് പറഞ്ഞു, നടാഷ, നിന്റെ ബോയ് ഫ്രണ്ട് ഇടി വാങ്ങിക്കൂ. ഗ്രാൻഡ്പ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഗ്രാൻഡ്പ ശ്രദ്ധിച്ചു നോക്കിക്കോ, ഗ്രാൻഡ്പ ശ്രദ്ധിച്ചു നോക്കിക്കോ എന്ന് നടാഷ ഡ്യൂക്ക് ഡങ്കനോട് പറഞ്ഞ ആ നിമിഷത്തിൽ ഇയാൻ ബൈറന്റ് ഡസിന്റെ തൊട്ടു മുന്നിൽ എത്തിയിരുന്നു. അതിശക്തമായി ആ മാജിക് കൈകൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ ഡസിനെ ആഞ്ഞൊന്ന് ഇടിച്ചു എന്നുള്ളത് വരെ ശരിയാണ്. പക്ഷെ അടുത്ത ഉണ്ടാകേണ്ട റിസൾട്ട് ഡസൻ പുറകോട്ട് തെറിക്കുന്നതോ കൊല്ലപ്പെടുന്നതോ ഒക്കെയാണ്. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. ഇയാൻ അതിശക്തമായി ഡസനെ ഇടിച്ചതും ഡസൻ വലത് കൈകൊണ്ട് ആ മാജിക് കൈയെ ഒന്ന് തള്ളി. ശരിക്കും വലത് കൈകൊണ്ടുള്ള ആ തള്ളൽ ഇയാന്റെ ആ സകല മാജിക്കൽ ഫോർമുലകളും പൊളിച്ചു എന്നുള്ളതാണ് സത്യം. അനവധി കൈകളുടെ പ്രതിരൂപങ്ങൾ ഡസ്റ്റിന് മുന്നിൽ സൃഷ്ടിച്ചുകൊണ്ട് അതിശക്തമായി ഡസ്റ്റിനെ നെഞ്ചിലേക്ക് ഇടിച്ച ഇയാൻ ഡസൻ റൈസിന്റെ ആ തള്ളിൽ പുറകിലോട്ട് ശരിക്കും പറക്കുകയായിരുന്നു. അതിന്റെ കാരണം ചാടി ഉയർന്നുള്ള ഇയാന്റെ ആ ഇടിയാണ്. ശരിക്കും ഇയാന്റെ കാലുകൾ വായുവിൽ നിൽക്കുമ്പോഴാണ് ഡസൻ ഇയാൻ ഒന്ന് തള്ളിയത്. ഇയാൻ ആകാശത്തോട്ട് പറന്ന് റിങ്ങിന് പുറത്തുള്ള ഒരു തൂണി ഇടിച്ച് നേരെ താഴേക്ക് വീണു. ആ തൂണിലിടിച്ച് താഴേക്ക് വീണ ഇയാൻ ഒന്ന് അനങ്ങി നിശ്ചലമായി. ഇയാന്റെ ബോധം പോയെന്നർത്ഥം. ആ റിങ്ങിൽ ഇന്ന് ഇത് 2ാം തവണ ഡസ്റ്റിനോട് ബൈറന്റെ കുടുംബാംഗം പരാജയപ്പെട്ടിരിക്കുകയാണ്. 2 തവണയും ഡസൻ റൈസ് ഓരോ ഇടികളെ ഇടിച്ചോളൂ. ഡസന് സത്യത്തിൽ ധൃതിയുള്ളത് കൊണ്ടാണ് ഡസൻ ലേശം ഫോഴ്സ് ഇയാനെയും അതുപോലെ ഡോണറെയും നേരിടുമ്പോൾ ഉപയോഗിച്ചത്. ഒരു ഇടി കൂടുതൽ ഇടിക്കാൻ ഡസന് തൽക്കാലം താല്പര്യമില്ല എന്ന് വ്യക്തം. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ടോമിന്റെ മകൾ ഇസ. ഇസ ഇയാന്റെ ആ വീഴ്ച കണ്ട് അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഇയാൻ ഇത്ര വീക്കായിരുന്നു, നാണക്കേടായല്ലോ. ഇസയുടെ ഡയലോഗ് കേട്ടതും ഡ്യൂക്ക് ടോംസിനോട് പറഞ്ഞു, ടോംസ്, നിന്റെ കുടുംബത്തിൽ ശക്തന്മാരാരും ഇല്ല അല്ലേ? ഡ്യൂക്ക് ഡങ്കൻ, അങ്ങനെ പറയരുത്, ശക്തരായ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ടോംസ് പുറകിലോട്ട് നോക്കിയതും ഒരു മനുഷ്യൻ മുന്നിലോട്ട് കയറി. നല്ല ഒത്ത ശരീരമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പോൾ മുന്നിലോട്ട് കയറിയത്. ഏകദേശം ഒരു 30-32 വയസ്സ് പ്രായം ആ ചെറുപ്പക്കാരന് വരും. നല്ല വെൽ ബിൽറ്റ് ബോഡിയുള്ള അയാൾ മുന്നോട്ട് കയറിയതും അയാൾ അണിഞ്ഞിരുന്ന കോട്ട് ഊരി ഇസയുടെ കയ്യിലേക്ക് കൊടുത്തു. ഡസൻ, നിന്റെ കളികൾ അവസാനിക്കുകയാണ്. ഇത് എന്റെ അങ്കിളാണ് ഓസ്കാർ. ഓസ്കാർ ബൈറന്റ് ആരാണെന്ന് ഒന്ന് തിരക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഓസ്കാർ ബൈറന്റിനെ കുറിച്ച് ചിലപ്പോൾ കൂടുതൽ തിരക്കാൻ നിനക്ക് പറ്റിയില്ലെന്ന് വരും. അങ്ങനെ ഇസ പറയാനുള്ള കാരണം ഓസ്കാർ ബൈറന്റുമായി ഏറ്റുമുട്ടുന്ന ആളുകൾ പിന്നീട് ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ഓസ്കാർ അതിശക്തനാണ്. അയാൾ ഇസ പറയുന്നത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ഓസ്കാർ മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് നടക്കുന്ന ഓസ്കാർ ഒരു ചലനം സകല ആളുകളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ബൈറൻ കുടുംബത്തിലെ ഏറ്റവും ശക്തനാണ് ഓസ്കാർ ബൈറന്റ്. റിങ്ങിലേക്ക് എത്തിയ ഓസ്കാർ ബൈറന്റ് ഉറക്കെ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നീ തികച്ചും ഭാഗ്യവാനാണ്. എന്റെ എതിരാളിയാകാൻ നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം സാധാരണഗതിയിൽ അപൂർവം ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നിനക്ക് ഭാഗ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അത് കേട്ടതും ഡസ്റ്റിൻ പറഞ്ഞു, മിസ്റ്റർ ഓസ്കാർ, എനിക്ക് നിങ്ങളുടെ ഈ വാചകത്തിൽ നിന്നും വലിയ താല്പര്യമില്ല. സത്യമായിട്ട് എനിക്ക് നല്ല തിരക്കുണ്ട്. നിങ്ങൾ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വന്നെങ്കിൽ നമുക്ക് അതങ്ങ് തുടങ്ങാം. തനിക്ക് അവിടെ നിന്ന് പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന ശൈലിയിൽ ഡസൻ റൈസ് പറഞ്ഞതും ഓസ്കാർ ഒന്ന് ചിരിച്ചു. ഡസൻ, നിന്റെ അഹങ്കാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ വാക്കുകൾ എനിക്ക് സുഖിക്കുകയും ചെയ്തു. എന്തായാലും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, ഞാനൊരു സെമി ഗ്രാൻഡ് മാസ്റ്ററാണ്. ഡസൻ റൈസ് ശക്തനാണെന്ന് ഇയാനെ ഡസൻ നേരിടുന്ന കണ്ടപ്പോഴേ ഓസ്കാറിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഓസ്കാർ അയാൾ ഒരു സെമി ഗ്രാൻഡ് മാസ്റ്റർ ആണെന്നുള്ള കാര്യം ഡസ്റ്റിനോട് അങ്ങ് തുറന്ന് സമ്മതിച്ചത്. സെമി ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഓസ്കാർ എന്ന് കേട്ടപ്പോൾ ഡ്യൂക്ക് ഡങ്കൻ നടാഷയോട് പറഞ്ഞു, നടാഷ, നിന്റെ ബോയ് ഫ്രണ്ട് പെട്ടുപോകുമല്ലോ. ഗ്രാൻഡ്പ, ഫൈറ്റ് തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. വിജയെ ഇപ്പോഴേ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. നിനക്ക് നിന്റെ ബോയ് ഫ്രണ്ടിന് അത്ര വിശ്വാസമാണോ? ഗ്രാൻഡ്പ, എന്റെ ബോയ് ഫ്രണ്ട് ശക്തനാണ്. എന്റെ ബോയ് ഫ്രണ്ടിനെ ഇവർക്ക് തോൽപ്പിക്കാനാവില്ല, എനിക്ക് ഉറപ്പാണ്. നടാഷ വീണ്ടും അങ്ങനെ പറഞ്ഞപ്പോ ഡ്യൂക്കിന് വല്ലാത്തൊരു കൗതുകം. ഓസ്കാറിനെ തോൽപ്പിക്കാൻ എന്റെ ബോയ് ഫ്രണ്ടിന് പറ്റുമെന്നാണ് നീ പറയുന്നത്. എന്നാൽ അത് കാണണമല്ലോ. ഓസ്കാർ ബൈറന്റ് ശക്തനാണെന്ന് ഡ്യൂക്കിന് നേരത്തെ തന്നെ അറിയാം. ഓസ്കാർ ബൈറന്റ് മിലിറ്ററിയിൽ ഉന്നത ഉദ്യോഗസ്ഥനാണ്. അയാളുടെ ശക്തിയെക്കുറിച്ച് ഡ്യൂക്കിന് ആര് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല.
ഓസ്കാർ ബൈറന്റ് സെമി ഗ്രാൻഡ് മാസ്റ്റർ ആയ കാര്യം ഉറക്കെ അനൗൺസ് ചെയ്തപ്പോൾ അത് കേട്ട ടോംസനും ലിയാമിനും എന്ന് വേണ്ട ബൈറന്റെ കുടുംബത്തിലെ ആളുകൾക്കൊക്കെ ശരിക്കും സന്തോഷമായി. സെമി ഗ്രാൻഡ് മാസ്റ്റർ ആകുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ചിലര് 30 വർഷമൊക്കെ നിരന്തരം പ്രാക്ടീസ് ചെയ്താലാണ് സെമി ഗ്രാൻഡ് മാസ്റ്റർ പദവിയിൽ എത്തുക. സെമി ഗ്രാൻഡ് മാസ്റ്റർ പദവി സീനിയോറിറ്റി കൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല. അത് ഒരാളുടെ ശക്തി വർദ്ധിക്കുന്നതനുസരിച്ച് ആ ശക്തിക്ക് അനുകൂലമായി ആളുകൾ വിളിക്കുന്ന പേരാണ്. ഏയ് ഓസ്കാർ, ഇതെന്നാ നീ സെമി ഗ്രാൻഡ് മാസ്റ്റർ ആയത്? ടോംസന്റെ ആ ചോദ്യം കേട്ടതും ഓസ്കാർ ടോംസനോട് പറഞ്ഞു, ചേട്ടാ കുറച്ചു നാളെ ആയുള്ളൂ ഞാൻ സെമി ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട്. ഞാൻ ഒരു 2 മാസം സെക്ലൂഷനിൽ ഏകാന്ത പരിശീലനത്തിലായിരുന്നു. അപ്പോഴാ ഞാൻ ആ ബാരിയർ കടന്നത്. സാധാരണ മാർഷൽ ആർട്ടിസ്റ്റ് ഇന്റേണൽ എനർജി ഉപയോഗിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളല്ല. ഇന്റേണൽ എനർജി ജനറേറ്റ് ചെയ്യാൻ പോലും സാധാരണ ഒരു മാർഷൽ ആർട്ടിസ്റ്റിന് കഴിയില്ല. ആ മാർഷൽ ആർട്ടിസ്റ്റ് ഇന്റേണൽ എനർജി ജനറേറ്റ് ചെയ്ത് തുടങ്ങുകയും ആ ഇന്റേണൽ എനർജി ഉപയോഗിച്ച് ചുറ്റുമുള്ള വായുവിനെ ചലിപ്പിക്കാൻ തുടങ്ങുന്നതോടുകൂടിയാണ് അയാളെ ഒരു സ്പിരിച്വൽ ലെവൽ മാർഷൽ ആർട്ടിസ്റ്റ് എന്ന് വിളിക്കുക. ആ സ്പിരിച്വൽ ലെവൽ മാർഷൽ ആർട്ടിസ്റ്റ് ഒരു സംഭവമാണ്. മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന 100 പേരെ എടുത്താൽ ഒരാളൊക്കെ ആയിരിക്കും സ്പിരിച്വൽ മാർഷൽ ആർട്ടിസ്റ്റായി മാറുക. അങ്ങനെയുള്ള സ്പിരിച്വൽ മാർഷൽ ആർട്ടിസ്റ്റ് 10 20 കൊല്ലം ശരിക്കും നന്നായി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് ലെവലിലേക്ക് അവർ കടക്കുന്നത്. ശരിക്കും അതെല്ലാം ഓരോ ബാരിയറുകൾ, ഓരോ തടസ്സങ്ങളാണ്. ആ തടസ്സത്തെ അതിജീവിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഇവിടെ ഓസ്കാർ നെക്സ്റ്റ് ലെവലായ സെമി ഗ്രാൻഡ് മാസ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. ഡസ്റ്റിനെ നോക്കി ഓസ്കാർ പറഞ്ഞു, ഹേയ്, ഞാൻ സെമി ഗ്രാൻഡ് മാസ്റ്റർ എന്ന് കേട്ടിട്ട് നിനക്ക് ഭയമൊന്നും തോന്നുന്നില്ലേ? ഞാൻ എന്തിനു ഭയക്കണം? ഡസ്റ്റിന്റെ ചോദ്യത്തിന് അർത്ഥമുണ്ട്. 18ാമത്തെ വയസ്സിലാണ് സ്കാർലറ്റ് സ്പാനർ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആകുന്നത്. 20ാമത്തെ വയസ്സിലാണ് ആഡം സ്പാനർ ഗ്രാൻഡ് മാസ്റ്റർ ആയത്. ഇവിടെ സെമി ഗ്രാൻഡ് മാസ്റ്ററായി ഈ ഓസ്കാർ മാറിയിരിക്കുന്നത് 32ാമത്തെ വയസ്സിലാണ്. അതേസമയത്ത് ഡസ്റ്റിൻ റൈസ് ഗ്രാൻഡ് മാസ്റ്റർ ആയത് 15ാമത്തെ വയസ്സിലാണ്. എന്ന് പറഞ്ഞാൽ 11 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഡസ്റ്റിൻ റൈസ് ഗ്രാൻഡ് മാസ്റ്റർ ആകുന്നത്. അതിനുശേഷം ഡസ്റ്റിൻ റൈസ് അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററുമായി. അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററായ ഡസ്റ്റിൻ റൈസിനോടാണ് സെമി ഗ്രാൻഡ് മാസ്റ്ററായ സാക്ഷാൽ ഓസ്കാർ ഭയമില്ലേ എന്ന് ചോദിക്കുന്നത്. ഡസ്റ്റിൻ ഓസ്കാറിനോട് പറഞ്ഞു, ഓക്കെ, നീ ശക്തനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, നമുക്ക് ഫൈറ്റ് ചെയ്താലും. താൻ ഒരു സെമി ഗ്രാൻഡ് മാസ്റ്റർ ആണെന്ന് കേട്ടിട്ടും വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വിളിക്കുന്ന ഡസ്റ്റിന്റെ ആ മണ്ടത്തരത്തെ ആലോചിച്ചുകൊണ്ട് ഓസ്കാർ ഡസ്റ്റിനോട് പറഞ്ഞു, ഓക്കെ, നിന്റെ ആഗ്രഹത്തിന് ഞാൻ എതിര് നിൽക്കുന്നില്ല. ഒരാൾ മരിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ആര് വിചാരിച്ചാലും അയാളെ രക്ഷിക്കാൻ പറ്റില്ല. ഡസ്റ്റിന് ഓസ്കാറിന്റെ കൈകൊണ്ട് മരിക്കാനുള്ള യോഗമുണ്ടെന്ന് അർത്ഥം. അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്ന ഓസ്കാർ പെട്ടെന്ന് കൈയൊക്കെ ഒന്ന് വാമപ്പ് ചെയ്യുകയാണ്. ശരിക്കും അയാൾ കൈ വാമപ്പ് ചെയ്യുമ്പോൾ അയാൾ ഉപയോഗിക്കുന്നത് ആ ഫയർ ഹെൽത്ത് ടെക്നിക്കാണ്. ആ ഫയർ ഹെൽത്ത് ടെക്നിക്ക് ഓസ്കാർ ഉപയോഗിക്കുമ്പോൾ അയാളുടെ വാമപ്പ് പോലും ഒരു രസമുള്ള സംഭവമായി മാറി. ശരിക്കും അയാൾ 2 ഭാഗത്തെയും കൈ അനക്കുകയും മുകളിലേക്കൊക്കെ അനക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് കൈകൾ അയാൾക്ക് ചുറ്റും വരികയാണ്. 100 കണക്കിന് കൈകളുള്ള ഒരു മനുഷ്യൻ റിങ്ങിൽ നിൽക്കുന്ന ഒരു ഫീല് പെട്ടെന്ന് അങ്ങ് ഉണ്ടാവുകയാണ്. ഏതാണ് അയാളുടെ ഒറിജിനൽ കൈയെന്ന് ആ വേഗതയിൽ ഒരാൾക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് മാത്രം. ശരിക്കും വേഗതയും ആ കൈ എടുക്കുന്നതിന്റെ ഒരു ടെക്നിക്കും കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരുപാട് കൈകളുണ്ടെന്നൊരു തോന്നൽ അവിടെ സൃഷ്ടിക്കുന്നത്. മാർഷൽ ആർട്സിലെ മാജിക് ആണ് അതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിക്കും ശക്തമായി കൈ അനക്കിയ ഓസ്കാർ അതിവേഗം ബോഡി ഒന്ന് വാമപ്പ് ചെയ്യുകയാണ്. അയാളുടെ ആ എക്സസൈസ് ശരിക്കും കൗതുകപൂർവ്വം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഡസ്റ്റിൻ. ഡസ്റ്റിൻ അല്പനേരം ആ കാഴ്ച നോക്കി നിന്നിട്ട് ഓസ്കാറിനോട് പറഞ്ഞു, ഏയ്, ഫൈറ്റ് ചെയ്യുന്നില്ലേ? അത് കേട്ടതും ഓസ്കാർ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നിനക്ക് ഞാൻ അവസരം നൽകിയില്ല എന്ന് നാളെ ആരും എന്നോട് പരാതി പറയാൻ ഇടവരരുത്. ഒരു കാര്യം ചെയ്യാം, ഡസ്റ്റിൻ, നിനക്ക് ഞാൻ 3 ചാൻസ് തരികയാണ്. നിനക്ക് എന്നെ തോൽപ്പിക്കാനുള്ള ചാൻസുകളാണ് അത്. ഏയ് ഓസ്കാർ, സത്യമായിട്ടും നീ എനിക്ക് ചാൻസ് തരികയാണോ? ഡസ്റ്റിൻ, 3 ചാൻസ് പോരെങ്കിൽ 10 തരാം. 10 തവണ നീ എന്നെ പഞ്ച് ചെയ്തു. ആ 10 പഞ്ചിലും ഞാൻ വീണില്ലെങ്കിൽ 11ാമത് ഞാൻ നിന്നെ പഞ്ച് ചെയ്യും. അപ്പൊ പിന്നെ എന്നെ കുറ്റം പറയരുത്. ഡസ്റ്റിൻ റൈസിന് ഓസ്കാറിനെ ഇടിക്കാനുള്ള അവകാശമാണ് ഓസ്കാർ കൊടുക്കുന്നത്. ഡസ്റ്റിൻ ഓസ്കാറിനെ ഇടിക്കുമ്പോൾ ഓസ്കാർ തിരിച്ചിടിക്കില്ല. അതാണ് കണ്ടീഷൻ. ഓസ്കാറിന്റെ ഡിഫൻസ് അത്ര ശക്തമാണെന്നും ഓസ്കാറിനെ ആർക്കും ഇടിച്ചു തോൽപ്പിക്കാൻ കഴിയില്ല എന്നും ഓസ്കാർ പറയാതെ പറയുകയാണ്. അത് കേട്ടതും ഇസ അടുത്തിരിക്കുന്ന നടാഷയോട് പറഞ്ഞു, ഏയ് നടാഷ ഹാർമൺ, നിന്റെ ബോയ് ഫ്രണ്ടിന് ഓസ്കാർ ചാൻസ് കൊടുക്കുന്ന കണ്ട. നടാഷ ഇസയ്ക്ക് ഉടൻ മറുപടി കൊടുത്തു, ഇസ, നീ കണ്ണുകൾ തുറന്നു പിടിച്ച് റിങ്ങിലേക്ക് നോക്കിക്കോ. ചിലപ്പോ നിനക്കൊന്നും മനസ്സിലായില്ലെന്ന് വരും.
നടാഷ അങ്ങനെ പറഞ്ഞപ്പോൾ ഇസയുടെ മുഖത്തൊരു കൗതുകം. നടാഷ എന്താ അങ്ങനെ പറഞ്ഞത്? നടാഷയും ഇസയും കൂടി അങ്ങനെ സംസാരിക്കുമ്പോൾ റിങ്ങിൽ ഡസൻ റൈസ് മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു. ഡസൻ മുന്നോട്ട് കുതിക്കുന്ന കണ്ടതും നടാഷ ഇസയോട് പറഞ്ഞു, ഏയ് റിങ്ങിലേക്ക് നോക്കിക്കോ. നടാഷയുടെ ആ തിടുക്കം കണ്ടപ്പോ ഇസ കൗതുകപൂർവ്വം റിങ്ങിലേക്ക് നോക്കിയ ആ നിമിഷത്തിൽ ഡസൻ റൈസ് ഓസ്കാറിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഓസ്കാറിന് ഒരൊറ്റ ഇടി. ആ ഇടി അത്ര പവർഫുൾ ഇടിയൊന്നുമല്ല, ശരിക്കും സാവധാനത്തിലുള്ള ഒരു ഇടിയാണ്. ഡസൻ കൊച്ചു പിള്ളേരെ ഇടിക്കും പോലെ പതുക്കെ ഇടിക്കുന്ന കണ്ടപ്പോ ആൾക്കൂട്ടത്തിന് ഒരു ചിരി. ഓസ്കാറിന്റെ ശക്തി അറിയാതെ ഡസൻ ഓസ്കാറിനെ ഇടിക്കുകയാണ്. 10 ചാൻസ് ഓസ്കാർ ഡസന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഡസൻ ആദ്യത്തെ ഇടി പതുക്കെ ഇടിക്കുന്നതാണെന്ന് അത് കാണുന്ന ആർക്ക് മനസ്സിലാവും. ആ ഇടി ഓസ്കാറിന്റെ നേരെ വരുമ്പോൾ ഓസ്കാറിന് ചുറ്റും ഓസ്കാർ എനർജി കൊണ്ട് തന്നെ ഒരു കവചം തീർത്തിട്ടുണ്ട്. അയാൾ ഒരു മിടുക്കനാണ്. ആളുകളോട് ഇടിക്കാൻ പറയുമ്പോൾ അയാൾ ഡിഫൻസ് ഒരുക്കിയിട്ട് ഇടിക്കാൻ പറയും. ആ ഡിഫൻസിലേക്ക് ഡസന്റെ ഇടി പതുക്കെ വരുന്നത് ഓസ്കാർ കണ്ടു. ആ ഇടി തന്റെ എനർജി ബാരിയറിന്റെ അടുത്തേക്ക് എത്തിയ ആ നിമിഷത്തിൽ ആ എനർജി ബാരിയറിന് അകത്തുള്ള ഓസ്കാറിന്റെ ഉള്ള് ഒന്ന് കിടുങ്ങി. അയാളൊരു സെമി ഗ്രാൻഡ് മാസ്റ്റർ ആണ്. അയാൾക്ക് അയാളുടെ നേരെ പാഞ്ഞു വരുന്ന ആ പഞ്ചിന്റെ കൂടെയുള്ള എനർജി തിരിച്ചറിയാൻ പറ്റി എന്നതാണ് സത്യം. അങ്ങനെ ഒരു തോന്നൽ ഓസ്കാറിന് ഉണ്ടായതും ഓസ്കാർ കുനിഞ്ഞതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും ഓസ്കാർ അവിടെ അങ്ങനെ നിന്നു കൊടുക്കുമെന്നാണ് സകലരും കരുതിയത്. പക്ഷേ ഓസ്കാർ കുനിഞ്ഞ ആ നിമിഷത്തിൽ ഓസ്കാറിന് ചുറ്റുമുള്ള ആ ഊർജ്ജ വലയം ഡസന്റെ ആ ചെറിയ പഞ്ചിൽ പൊട്ടി. ശരിക്കും ഒരു സ്ഫോടനം അവിടെ ഉണ്ടായെന്ന് പറയാം. ശരിക്കും കാതടപ്പിക്കുന്ന ശബ്ദമാണ് ആ ഭാഗത്തുണ്ടായത്. ശരിക്കും ഒരു ചെറിയ മിന്നലും അവിടെ ഉണ്ടായി. ആ മിന്നലിൽ എന്തോ പൊട്ടിയതുപോലെ ആളുകൾക്ക് തോന്നുകയും ചെയ്തു. എന്താണ് സംഭവം എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ എന്തൊക്കെയോ അവിടെ റിങ്ങി സംഭവിച്ചു. എല്ലാവരും ആ കാഴ്ച ശ്രദ്ധിച്ചിരുന്നു. ആ ഇടി ഡസൻ ഓസ്കാറിന് നേരെ തൊടുത്ത നിമിഷത്തിന് ഓസ്കാർ ഒന്ന് കുനിഞ്ഞത്. ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം ഓസ്കാർ ആ കുനിഞ്ഞ സ്ഥലത്ത് നിന്ന് എണീറ്റു. ശരിക്കും ഓസ്കാർ വിറയ്ക്കുന്നുണ്ട്. അയാൾ കുനിഞ്ഞത് കറക്റ്റ് സമയത്തായതുകൊണ്ട് ഡസൻ റൈസിന്റെ കൈ ഉണ്ടാക്കിയ ആ ഊർജം ഓസ്കാറിന്റെ തലയ്ക്ക് മുകളിലൂടെ അങ്ങ് കടന്നു പോവുകയായിരുന്നു. തലയ്ക്ക് മുകളിലൂടെ കടന്നുപോയ ആ കാറ്റ് തൊട്ടു പുറകിലുള്ള ഒരു തൂണിലിടിച്ച് ആ തൂൺ ഒടിഞ്ഞ് താഴേക്ക് വീണിരിക്കുകയാണ്. ഒന്ന് താമസിച്ചിരുന്നെങ്കിൽ ഓസ്കാർ പുറകിലോട്ട് തെറിച്ചനെ. താഴേക്ക് വീണ ആ തൂണിനെ ഒന്ന് നോക്കിക്കൊണ്ടാണ് ഓസ്കാർ എണീറ്റത്. ഓസ്കാർ ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ, നിന്നെ ഞാൻ ശരിക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. നീ ശക്തനാണ്. ഇനി നമുക്ക് ഒളിച്ചുകളി വേണ്ട, ഞാനും ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓസ്കാർ അത് പറഞ്ഞതും നടാഷ ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഏയ് ഓസ്കാർ, നിങ്ങളല്ലേ പറഞ്ഞത് ആദ്യത്തെ 10 പഞ്ചും ഡസൻ നടത്തട്ടെ എന്ന്? ഇപ്പൊ ഒരു പഞ്ച് കഴിഞ്ഞപ്പോ നിങ്ങൾ തിരിച്ച് പഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓസ്കാർ ഡസന്റെ ഇടി 10 തവണ ഏറ്റുവാങ്ങിയതിന് ശേഷം ഡസനെ തിരിച്ചിടിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഒരു ഇടി കഴിഞ്ഞപ്പോൾ തന്നെ ഓസ്കാർ നയം മാറ്റുകയാണ്. ഓസ്കാർ നടാഷയോട് പറഞ്ഞു, മിസ് നടാഷ ഹെർമൺ, ഫൈറ്റിൽ ബുദ്ധിക്കാണ് കാര്യം. തീരുമാനങ്ങൾ വേഗം മാറ്റണം, ഇല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. റിങ്ങിൽ നിൽക്കുന്ന അയാൾക്കേ അറിയാവൂ അവിടെ നടന്ന സംഭവത്തിന്റെ തീവ്രത എന്താണെന്ന്. ഡസൻ ഓസ്കാറിനോട് പറഞ്ഞു, ഓക്കെ, എന്നാൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം. കേൾക്കേണ്ട താമസം ഓസ്കാർ മുന്നോട്ട് കുതിച്ച ഓസ്കാർ ഡസൻ ഇടിച്ചതുപോലെ ചാടി ഉയർന്ന ഒരൊറ്റ ഇടി. ആ ഇടി ഡസന്റെ പുറത്ത് ഓസ്കാർ തൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ ഡസൻ റൈസ് തിരിച്ചിടിക്കേണ്ടതാണ്. പക്ഷെ ഡസൻ ഓസ്കാറിനെ തിരിച്ചിടിച്ചില്ല. അതിശക്തമായി ഓസ്കാർ ഡസനെ ഇടിച്ചു. പക്ഷെ അടുത്ത നിമിഷം നമ്മൾ കാണുന്നത് ഓസ്കാർ പുറകോട്ട് തെറിക്കുന്നതാണ്. ശരിക്കും അതിവേഗതയിൽ പാഞ്ഞു പോകുന്ന ഒരു ട്രെയിനിൽ നമ്മൾ ചെന്ന് ഇടിച്ചാൽ നമ്മൾ പുറകോട്ട് തെറിക്കുമല്ലോ, അതുപോലെ ഓസ്കാർ പുറകോട്ട് തെറിക്കുകയായിരുന്നു. അമ്പരപ്പിക്കുന്ന ആ കാഴ്ച കണ്ണഞ്ചിക്കുന്ന വേഗതയെല്ലാം സംഭവിച്ചത്. ഡസൻ റൈസിനെ ചാടി ഇടിച്ച ഓസ്കാർ ഇതാ ആ റിങ്ങിന്റെ പുറത്ത് വീണ് കിടക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒരു പിടിയില്ല. ഡസന്റെ പുറത്ത് ഓസ്കാർ തൊട്ടോ എന്ന് പോലും ആൾക്കാർക്ക് സംശയമുണ്ട്. അതിന്റെ കാരണം കൂളായി നിൽക്കുന്ന ഡസനാണ്. ഡസന്റെ പുറത്ത് ഒരു പൊടി പോലും പറ്റിയിട്ടില്ല. ഡസന്റെ ബോഡിയെ കവർ ചെയ്തിരിക്കുന്ന ആ എനർജി ബാരിയറിൽ ഇടിച്ച് ഓസ്കാർ പുറകോട്ട് തെറിച്ച് വീണതാണ്. ആ കാഴ്ച ബൈറന്റെ കുടുംബാംഗങ്ങളെ മുഴുവൻ നിശബ്ദരാക്കിയിരിക്കുകയാണ്. എന്ത് പറയണമെന്നറിയാതെ സകല ആളുകൾ ഞെട്ടിത്തരിച്ച് നിൽക്കുമ്പോൾ ഒരാൾ ഉറക്കെ കൈയടിച്ചു തുടങ്ങി. ശരിക്കും ഉറക്കെ കൈയടിക്കുന്ന ആളിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയും തിരിഞ്ഞു. ഉറക്കെ കൈയടിക്കുന്നത് സാക്ഷാൽ തോമസ് ബൈറന്റാണ്. ലിയം അമ്പരപ്പോടെ തോമസിനെ നോക്കിയിട്ട് തോമസിനോട് ചോദിച്ചു, ചേട്ടാ എന്തിനാ കൈയടിക്കുന്നത്? ഹേയ് ലിയം, ഞാനൊരു യഥാർത്ഥ വീരനെ കണ്ടിട്ട് കുറെ നാളായി.
ഡസൻ സമ്മതിച്ചെന്നിരിക്കുന്നു, നീ മിടുക്കൻ തന്നെയാണ്. ഡസൻ നീ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണെന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമാണ്. സെമി ഗ്രാൻഡ് മാസ്റ്ററായ ഓസ്കാറിനെ ദേഹത്തെ തൊടുപോലും ചെയ്യാതെ ദൂരേക്ക് തെറിപ്പിച്ച ഡസൻ ഡയസ് ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കുമെന്ന് തോമസിന് 100% ഉറപ്പാണ്. ഡസൻ ഡയസ് ഗ്രാൻഡ് മാസ്റ്റർ ആണെന്ന് തോമസ് പറഞ്ഞതും ആ ബൈറൻ കുടുംബാംഗങ്ങൾ മുഴുവൻ ചാടി എണീറ്റു. അവരുടെയൊക്കെ ശരീരത്തിൽ കാൽപാദം മുതൽ ഒരു വിറയലുണ്ടാവുകയാണ്. ഒരു ഗ്രാൻഡ് മാസ്റ്ററെയാണ് ഇത്രയും നേരം അവർ കളിയാക്കിക്കൊണ്ടിരുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലുള്ള ഡസൻ വിരൽ ഒന്ന് ഞൊടിച്ചിരുന്നുവെങ്കിൽ അവരൊക്കെ അവസാനിച്ചേനെ. ആ യാഥാർത്ഥ്യമാണ് അവരുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത്. അമ്പരപ്പോടെ എല്ലാവരും അങ്ങ് നോക്കുന്നതും ഡസൻ തോമസിനോട് പറഞ്ഞു, സാർ അങ്ങ് വെറുതെ എന്നെ പുകഴ്ത്തുകയാണ്, ഇതൊക്കെ ഒരു ഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നല്ലേ. ഡസൻ നിന്റെ ഈ വിനയം എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുകയാണ്. സത്യമായിട്ടും ഞാൻ ഈ നിമിഷത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണ്. സാർ അങ്ങ് എന്ത് തീരുമാനം എടുക്കുന്നത്? ഡസൻ ഞാൻ എൻ്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ചു തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഡസൻ ഡൈസിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തോമസ് അത് പറഞ്ഞപ്പോ തോമസിന് അടുത്ത് ഇരിക്കായിരുന്ന ഇസ്സ പെട്ടെന്ന് അവളുടെ അച്ഛനോട് പറഞ്ഞു പോവുകയാണ്, അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? അങ്ങനെ ഇസ്സ പറയുമ്പോ ഇസ്സയുടെ മുഖം ഒന്ന് കാണേണ്ടതാണ്. അവളുടെ 2 കവളും നാണം കൊണ്ട് ഇന്ന് ചുവന്ന് തൊടുത്തു വരികയാണ്. അവൾ ശരിക്കും ശക്തരെ ആരാധിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഓസ്കാറിനോടും അവിടെ ഫൈറ്റ് ചെയ്യുന്ന ആളുകളോടും അവളുടെ ഇഷ്ടം അവളുടെ ആ ശക്തിയാണ്. ആ ഓസ്കാറിനെ നിഷ്പ്രയാസം ഡസൻ ഡൈസ് തോൽപ്പിച്ച ആ നിമിഷത്തിൽ അവർക്ക് ഡസനോട് ഒരു ആരാധന തോന്നി തുടങ്ങിയിരുന്നു. ആ നിമിഷത്തിലാണ് അവളുടെ അച്ഛൻ ആ വാചകം കൂടി പറഞ്ഞത്. തോമസ് പറയുന്നത് കേട്ടുകൊണ്ട് ഡസൻ റിങ്ങിൽ നിന്ന് അവരുടെ അടുത്തേക്ക് വന്നു. സാർ അങ്ങയുടെ നല്ല മനസ്സിന് നന്ദി, പക്ഷേ എനിക്ക് താല്പര്യമില്ല സാർ. ഡസൻ ഞങ്ങൾ ബൈറൻ കുടുംബത്തിൽ ഡസൻ അംഗമായാൽ ഡസനെ പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കും. ഡസനെ ഈ ഡ്രാഗൺ മാർഷലെ ഏറ്റവും ശക്തനാക്കി മാറ്റാൻ ഞങ്ങളുടെ കുടുംബത്തിന് പറ്റും. നമ്മുടെ ബൈറൻ കുടുംബത്തെ പോലെ ശക്തമായ സപ്പോർട്ട് സംവിധാനമുള്ള വേറെ ആരാ ഉള്ളത്? തോമസ് നീ ഞങ്ങളെങ്ങ് മറന്നു? ചോദ്യം ഡ്യൂക്ക് ഡങ്കന്റെ വകയാണ്. സർ ഡ്യൂക്ക് ഡങ്കൻ അങ്ങനെ ചോദിച്ചേ? തോമസ് ഈ ഡസൻ ആരെന്നാ നീ കരുതിയത്? ഈ ഡസൻ ഞങ്ങളുടെ ഡങ്കൻ കുടുംബത്തിലെ അംഗമാണ്. ഡ്യൂക്ക് അങ്ങെന്താ ഈ പറയുന്നത്? എനിക്ക് അറിഞ്ഞൂടെ ഡസൻ നിങ്ങളുടെ കുടുംബത്തിലെ അംഗമല്ലാന്ന്? തോമസ് നീ പറഞ്ഞത് ശരിയാണ്, ഇപ്പം ഡസൻ അംഗമല്ല. പക്ഷേ ഇത് എൻ്റെ ഗ്രാൻഡ് ഡോട്ടർ നടാഷയാണ്. നടാഷയും ഡസനും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. നടാഷയെ ഡസൻ വിവാഹം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡങ്കൻ കുടുംബത്തിന്റെ ഭാഗമാകുമല്ലോ ഡസൻ. അത് കേട്ടതും തോമസ് ഡസനോട് പറഞ്ഞു, മിസ്റ്റർ ഡസൻ നോക്ക്, ബൈറൻ കുടുംബത്തിൽ നിന്ന് എൻ്റെ മകളെ നീ വിവാഹം കഴിച്ചാൽ ഡസൻ നിനക്ക് ലഭിക്കാൻ പോകുന്ന സൗകര്യങ്ങൾ സങ്കല്പിക്കാനാവാത്തതാണ്. ഡസൻ ഡയസിനെ ബൈറൻ കുടുംബത്തിന്റെ ഭാഗമാക്കാനായി തോമസ് സംസാരിച്ചു തുടങ്ങിയതും ബൈറൻ കുടുംബാംഗങ്ങൾക്കെല്ലാം ശരിക്കും സന്തോഷം വരികയാണ്. ഒരു ഗ്രാൻഡ് മാസ്റ്റർ അവരുടെ കുടുംബത്തിന്റെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ ആരാ അത് ഇഷ്ടപ്പെടാത്തത്? ഇതുവരെ ഡസനോട് ദേഷ്യം വെച്ച് പുലർത്തിയ ലിയാം പോലും ശരിക്കും സന്തോഷത്തോടു കൂടി ആ സംഭാഷണത്തിന്റെ ഭാഗമാവുകയാണ്. അയാളും ഡസനോട് പറയുകയാണ്, ഡസൻ സത്യമായിട്ടും ഇതൊരു അവസരമാണ്. ലിയാം പറഞ്ഞത് കേട്ടതും അവിടെയുള്ള ബാക്കി ആളുകളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോ ഡ്യൂക്ക് പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ ഡസൻ നടാഷയുമായി നല്ല അടുപ്പത്തിലാണ്. ഡ്യൂക്ക് അങ്ങനെ പറഞ്ഞതും നടാഷ പെട്ടെന്ന് ഡസന്റെ കൈ കൂടി അങ്ങ് കൈയിട്ടു. നടാഷയ്ക്ക് പരസ്യമായി ഡസനോട് ഇഷ്ടം കാണിക്കാൻ വലിയ ഇഷ്ടമാണ്. നടാഷ ഡസനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് ഇസയും കാണുന്നുണ്ട്. ഇസയ്ക്ക് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഇസയ്ക്ക് ഡസനെ അറിയ പോലുമില്ല. പക്ഷേ അവളുടെ അച്ഛൻ ആ സുന്ദരനായ ചെറുപ്പക്കാരനെ അവൾക്ക് ആലോചിച്ചപ്പോൾ ഒരു നിമിഷം അവൾ ഡസന്റെ ഭാര്യ ആയെങ്കിൽ എന്ന് ആലോചിച്ചു പോയതാണ്. അവളുടെ മുഖത്ത് ഇപ്പോൾ പ്രതീക്ഷയുണ്ട്. തോമസും ഡ്യൂക്കും തമ്മിൽ ശരിക്കും ശക്തമായ ഒരു വാദപ്രതിവാദം നടക്കുകയാണ്. രണ്ടുപേരും പറയുന്നത് ഒരേ ശൈലിയുടെ കാര്യമാണ്. ഡ്യൂക്ക് പറയുന്നു ഡ്യൂക്കിന്റെ കുടുംബമാണ് ശക്തം, തോമസ് പറയുന്നു തോമസിന്റെ കുടുംബമാണ് ശക്തം. രണ്ടും റോയൽ കുടുംബങ്ങളാണ്. ആ 2 റോയൽ കുടുംബവും പറയാതെ പറയുന്ന ഒരു കാര്യം, അവരുടെ കുടുംബത്തിലേക്ക് ഡസൻ വന്നാൽ ഡസന്റെ ശക്തി വർദ്ധിക്കുമെന്നാണ്, ഡസന്റെ പോപ്പുലാരിറ്റി വർദ്ധിക്കുമെന്നാണ്, ഡസന്റെ സ്വാധീനം വർദ്ധിക്കുമെന്നാണ്, ഡസന്റെ അധികാരം വർദ്ധിക്കുമെന്നാണ്, ഡസന്റെ വളർച്ച അവരുടെ കുടുംബത്തിൽ വരുന്നതിന്റെ ഭാഗമായി വളരുമെന്നാണ്. ശരിക്കും തോമസും ഡ്യൂക്കും തമ്മിലുള്ള ആ വാദപ്രതിവാദം ഒന്ന് കടുത്തതും ഡസൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തായി കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ തർക്കിക്കുന്നത്? ഇവിടെ തർക്കിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ നിങ്ങൾ 2 പേരുടെയും കുടുംബത്തിൽ തൽക്കാലം ജോയിൻ ചെയ്യുന്നില്ല. അത് കേട്ടത് തോമസ് പറഞ്ഞു, ഡസൻ ഏത് തീരുമാനവും ആലോചിച്ചേ എടുക്കാം. ഡസൻ ഞങ്ങൾ നൽകുന്ന ഓപ്പർച്യൂണിറ്റി ശരിക്കും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. സർ തോമസ്
അങ്ങ് പറയുന്നത് എനിക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. അങ്ങയുടെ വലിയ മനസ്സ് ഞാൻ കാണുന്നുമുണ്ട്. എനിക്ക് തൽക്കാലം ഇൻഡിപെൻഡൻ്റായി നിൽക്കാനാണ് ആഗ്രഹം. അത് കേട്ടതും ഡ്യൂക്ക് പറഞ്ഞു, ഡെസിൻ, നമ്മുടെ ഡങ്കൻ കുടുംബം നിനക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. സർ ഡ്യൂക്ക്, അങ്ങയുടെ നല്ല മനസ്സിന് ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, തൽക്കാലം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. ഡെസിൻ അങ്ങനെ പറഞ്ഞതും ഡ്യൂക്ക് ഡെസ്റ്റിനോട് പറഞ്ഞു, ഓക്കെ ഡെസിൻ, നിന്റെ ആഗ്രഹത്തെ ഞാൻ മാനിക്കുന്നു. നീയാണ് തീരുമാനമെടുക്കേണ്ടത്. നിന്റെ തീരുമാനത്തിൽ ഞാൻ ഇടപെടുന്നില്ല. ഡ്യൂക്ക് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും തോമസും അതേ വാക്യം ആവർത്തിച്ചു. അതെ അതെ, ഡ്യൂക്ക് പറഞ്ഞതാ ശരി. ഞങ്ങൾ സീനിയേഴ്സ് നിന്റെ അഭിപ്രായത്തിൽ, നിന്റെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടാൻ പാടില്ല. നിനക്ക് യുക്തമായി തീരുമാനമെടുക്കാം. പക്ഷെ ഡസ്റ്റിൻ, ഒരു കാര്യം ഞാൻ ഇപ്പോഴും വാക്ക് തരുന്നു. ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ മറന്നേക്ക്. ഞങ്ങളുടെ ബൈറൻ കുടുംബത്തിൽ ഡസ്റ്റിൻ അംഗമാകുന്നുണ്ടോ ഇല്ലയോ എന്നതും ആലോചിക്കേണ്ട. എപ്പോഴും ഞങ്ങളുടെ കുടുംബം ഡസ്റ്റിന് മുന്നിൽ വാതിൽ തുറന്നിട്ടിരിക്കും. ഡസ്റ്റിന് ഏത് തരത്തിലുള്ള സഹായത്തിനും ഞങ്ങളെ സമീപിക്കും. ഞങ്ങൾ ഡസ്റ്റിനൊപ്പം ഉണ്ടാവും. ബൈറൻ കുടുംബത്തിന്റെ തലവൻ തോമസ് ബൈറന്റ് അങ്ങനെ പറഞ്ഞപ്പോൾ ആ ബൈറൻ കുടുംബാംഗങ്ങളുടെ എല്ലാ മുഖത്ത് അത് എഴുതി വെച്ചിരിക്കുകയാണ്. അവർ അവരുടെ ജീവൻ കൊടുത്തും ഡസ്റ്റിനൊപ്പം നിൽക്കുമെന്ന് ഒരു ഫീല് എല്ലാവരുടെ മുഖത്തുമുണ്ട്. അവരുടെയൊക്കെ മുഖത്ത് അവർ ആഗ്രഹിച്ച ഒരു സുഹൃത്തിനെ അവർക്ക് കിട്ടിയ പ്രതിനിധിയാണ്. അത് കേട്ടതും ഡ്യൂക്ക് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഞാനും തോമസ് പറഞ്ഞത് ആവർത്തിക്കുകയാണ്. എന്ത് സഹായത്തിനും ഡസ്റ്റിന് എന്നെ കോൺടാക്ട് ചെയ്യും. എൻ്റെ ബർണാഡ് കുടുംബം ഡസ്റ്റിന് വേണ്ടി എന്ത് ചെയ്യും. ശരിക്കും ഇയാൻ വിളിച്ചുകൊണ്ട് മാത്രം ആ ഫൈറ്റിന് വന്ന ഡസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായി ഡ്യൂക്കിന്റെ കുടുംബവും ബൈറന്റെ കുടുംബവും ഒരു സഹായ ഓഫർ വെച്ചിരിക്കുകയാണ്. ശരിക്കും ഡസ്റ്റിൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. പെട്ടെന്ന് ഡ്യൂക്ക് ഡസ്റ്റിനും നടാഷയും നോക്കിയിട്ട് അവരോട് പറഞ്ഞു, ഏയ് നടാഷ, നിനക്കും നിന്റെ ഉൾപ്പയ്ക്കുമിടയിൽ ഞാൻ ഒരു തടസ്സമായി നിൽക്കുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഡ്യൂക്ക് തോമസിനൊപ്പം പുറത്തേക്ക് നടന്നു. ശരിക്കും തോമസും ഡ്യൂക്ക് ഡങ്കനും നല്ല സുഹൃത്തുക്കളാണ്. അവർ തമ്മിൽ ഒരു വാദപ്രതിവാദമൊക്കെ ഉണ്ടായെങ്കിലും അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ പരസ്പരം ഇഷ്ടമാണ്. അവർ രണ്ടുപേരും കൂടി അങ്ങനെ നടന്നു പോകുമ്പോൾ നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയാലോ? പിന്നെന്താ, നമുക്ക് പോവാം. ഈ സംഭവം കഴിഞ്ഞ് അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡസ്റ്റിൻ പിന്നെയും ലങ്കാസ്റ്റർ കുടുംബത്തിന്റെ ഫാക്ടറിയിലെത്തി. അവിടെ ആ മരുന്ന് നിർമ്മാണ പ്രക്രിയ അതിശക്തമായി നടക്കുകയാണ്. അടുത്ത 2 ദിവസം ഡസ്റ്റിൻ ആ മരുന്ന് നിർമ്മാണ പ്രക്രിയയിലും അതുപോലെ ഹീൽവെൽ ക്ലിനിക്കിന്റെ ആ നിർമ്മാണ പ്രക്രിയയിലും സജീവമായി പങ്കെടുക്കുകയാണ്. ഡസ്റ്റിൻ 2 സ്ഥലത്തും ഓടി നടന്ന് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ടോർബി കുടുംബത്തിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ടോർബി കുടുംബാംഗങ്ങളും അതുപോലെ സ്ട്രാറ്റ്വുഡ് കുടുംബാംഗങ്ങളും സ്ഥലത്തുണ്ട്. സ്ട്രാറ്റ്വുഡ് കുടുംബത്തിലെ ഓവന്റെ പിതാവ് ഹരോൾഡ് സ്ട്രാറ്റ്വുഡും ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. കെവിൻ ആ അടിയന്തര മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് ഒരു കാര്യം അറിഞ്ഞതുകൊണ്ടാണ്. കെവിൻ എല്ലാവരോടായി പറഞ്ഞു, ഞാൻ വളരെ വിശ്വസനീയമായ ഒരു വിവരം അറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത്. എല്ലാവരും കെവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതും കെവിൻ അവരോട് പറഞ്ഞു, ലങ്കാസ്റ്റർ കുടുംബം നാളെ ഒരു മരുന്ന് പുറത്തിറക്കുകയാണ്. ജെയ്ഡ് ഡ്യൂ ഓയിൻമെന്റ് എന്നാണ് ആ മരുന്നിന് അവരിട്ടിരിക്കുന്ന പേര്. ഞാൻ മെഡിക്കൽ ബോർഡിലെ എൻ്റെ സുഹൃത്തുക്കൾ വഴിയാണ് വിവരം അറിഞ്ഞത്. അവർ ആ മരുന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കി. നമ്മുടെ ഓയിൻമെന്റും അവർ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഒരു കമ്പാരിസൺ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഓയിൻമെന്റിനേക്കാൾ 10 മടങ്ങ് ശക്തമാണ് ലങ്കാസ്റ്ററിന്റെ ആ ഓയിൻമെന്റ്. ശരിക്കും കെവിൻ ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. സ്ട്രാറ്റ്ഫോർഡും ടോർബിയും ചേർന്ന് ഇപ്പോൾ സ്റ്റോണിയയിലെ സതേൺ മാർക്കറ്റ് ഏതാണ്ട് പൂർണ്ണമായും പിടിച്ചെടുത്തിരിക്കുകയാണ്. അവരുടെ ആ റീജുവിനേഷൻ ഓയിൻമെന്റ് മാർക്കറ്റിൽ വല്ലാത്തൊരു ഓളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ആ ഓയിൻമെന്റിനെ ബഹുദൂരം പിന്നിലേക്ക് തള്ളുന്ന പുതിയൊരു ഓയിൻമെന്റുമായി ലങ്കാസ്റ്റർ കുടുംബം രംഗത്ത് വരുന്ന കാര്യം കെവിൻ പറയുന്നത്. അമ്പരപ്പോടെ ഹരോൾഡ് കെവിനോട് ചോദിച്ചു, കെവിൻ, ഇതെങ്ങനെ സംഭവിക്കും? ഹരോൾഡ്, നാളെയാണ് അവരുടെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മെഡിക്കൽ ബോർഡിലെ സുഹൃത്തുക്കളാണ് ആ വിവരം എന്നോട് പറഞ്ഞത്. വിപണിയിൽ വിൽക്കുന്ന ഏതു മരുന്നും മെഡിക്കൽ ബോർഡിന്റെ അനുവാദം വാങ്ങിച്ചിട്ട് വിൽക്കാൻ പറ്റും. മെഡിക്കൽ ബോർഡിന്റെ അനുവാദം കിട്ടാനായി ആ മരുന്ന് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അവരുടെ പരിശോധന കഴിഞ്ഞിട്ട് ആ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ മാത്രമേ വിൽപ്പനയ്ക്ക് വെക്കാൻ പറ്റൂ. ഇവിടെ ലങ്കാസ്റ്റർ കുടുംബം ഉണ്ടാക്കിയിരിക്കുന്ന ജെയ്ഡ് ഡ്യൂ ഓയിൻമെന്റ് എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും പാസ്സായി മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റോടുകൂടി നാളെ മാർക്കറ്റിൽ ഇറങ്ങാൻ പോവുകയാണ്. പെട്ടെന്ന് ഹരോൾഡ് വീണ്ടും ചോദിക്കുകയാണ്, അല്ല കെവിൻ, നമ്മുടെ ഓയിൻമെന്റിനേക്കാൾ 10 മടങ്ങ് കപ്പാസിറ്റിയുള്ള ഓയിൻമെന്റ് അവരെങ്ങനെ ഉണ്ടാക്കും? എനിക്കറിയാവുന്നിടത്തോളം ലങ്കാസ്റ്റർ മെഡിക്കൽ മേഖലയുമായി ബന്ധമില്ലാത്ത കുടുംബമാണ്. അവരുടെ കോർ ഏരിയ മെഡിക്കൽ അല്ല. പിന്നെ എങ്ങനെ അവർ ഈ ശൈലിയിൽ
ഒരു മരുന്ന് ഉണ്ടാക്കി? ആ ചോദ്യം ഹരോൾഡ് ചോദിച്ചതും കൂട്ടത്തിൽ ഒരാൾ കെവിനോട് ചോദിച്ചു, മിസ്റ്റർ കെവിൻ, നമ്മുടെ മരുന്നിന്റെ ചേരുവ ഇനി ചോർന്നതാകൂ? ഹേയ്, അതിന് സാധ്യതയില്ല. നമ്മുടെ മരുന്നിന്റെ ചേരുവ ചോർന്നാലും നമ്മുടെ മരുന്ന് പോലെയല്ലേ ഉണ്ടാക്കാൻ പറ്റൂ. ഇത് നമ്മുടെ മരുന്നിനേക്കാൾ 10 ടൈംസ് സ്ട്രോങ് ആണെന്നല്ലേ പറയുന്നത്. ഹരോൾഡിന്റെ ആ വിശദീകരണം കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ആ സംശയം അവിടെ അവസാനിക്കുകയാണ്. പെട്ടെന്ന് ഇസബല്ല ഹരോൾഡിന് പറഞ്ഞു, അങ്കിൾ, ഇത് ആ ഡസൻ റൈസിന്റെ പണിയാണ്. ഡസൻ റൈസ് അതാരാ? ഹരോൾഡ്, നമ്മുടെ ഈ മരുന്നിന്റെ ഫോർമുല യഥാർത്ഥത്തിൽ ഡസന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ്. ആ ഡസ്റ്റിനായിരിക്കും ലെങ്കാസ്റ്ററിനും ഫോർമുല കൊടുത്തത്. അത് കേട്ടതും സോഫിയ ഇസബലോട് ചോദിച്ചു, ഏയ് ഇസബല്ല, നിന്നെ ഓവനെയുമല്ലേ ഞാൻ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത്? ഡസ്റ്റിനെ നിരീക്ഷിക്കാൻ ഞാൻ നിങ്ങളെയല്ലേ ചുമതലപ്പെടുത്തിയത്? അമ്മ, ആ ചുമതല ഏറ്റത് ഓവനാണ്. ഇസബല്ല ബോൾ നേരെ ഓവന് നേരെ തിരിച്ചതും ഓവൻ സോഫിയോട് പറഞ്ഞു, ആന്റി, സത്യമായിട്ടും ഞാൻ ഒരുപാട് ആളുകളെ ഡസ്റ്റിനെ നിരീക്ഷിക്കാൻ ഏർപ്പാടാക്കിയതാണ്. പക്ഷെ ഡസ്റ്റിൻ പിടി തരാതെ ഓടി ഓടി നടക്കുകയാണ്. അവനെ പിടികൂടാൻ ഞങ്ങൾ ശരിക്കും കാര്യമായി ശ്രമിച്ചതാണ്, പക്ഷെ കിട്ടിയില്ല. ഛേ, ഓവൻ എന്തോടായി പറയുന്നത്? ഓരോ കാര്യത്തിനും ഓരോ സമയമുണ്ട്. ഡസ്റ്റിനെ പിടികൂടിയിരുന്നെങ്കിൽ ലെങ്കാസ്റ്റർ കുടുംബം ഈ ഓയിൻമെന്റ് ഉണ്ടാക്കുമായിരുന്നു. സോഫിയ അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സകലരുടെ മനസ്സിലേക്കും ആ ചോദ്യം വരികയാണ്. ഡസൻ റൈസ് വഴിയാണ് ആ ഫോർമുല ലെങ്കാസ്റ്ററിന് കിട്ടിക്കാണാൻ സാധ്യതയുള്ളത്. ലെങ്കാസ്റ്ററും ഡസനും തമ്മിൽ എങ്ങനെ ബന്ധമുണ്ടാക്കി? ആ ചോദ്യം അപ്പോ കെവിന്റെ മനസ്സിലേക്ക് വന്നു. ആ സംശയം മനസ്സിലേക്ക് വന്നതും കെവിൻ ഇസബലോട് ചോദിച്ചു, ഇസബല്ല, ഈ ലെങ്കാസ്റ്ററും ഡസനും തമ്മിൽ എങ്ങനെയാ കണക്ഷൻ ഉണ്ടാക്കുന്നത്? അത് അസാധ്യമല്ലേ? അവർ തമ്മിൽ എങ്ങനെ പരിചയപ്പെടുക? ലെങ്കാസ്റ്ററിലെ ഹെയ്സൽ ലെങ്കാസ്റ്ററും ഡസൻ റൈസും തമ്മിൽ പരിചയമുള്ള കാര്യം അവർക്ക് ആർക്കും അറിവുള്ളതല്ല. ആ ചോദ്യം കെവിൻ ഉന്നയിച്ചതും സോഫിയ എല്ലാവരോടും പറഞ്ഞു, ഓക്കെ, നമ്മൾ ആ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. നമുക്ക് നാളത്തെ അവരുടെ ആ ലോഞ്ചിങ് സെറമണി പൊളിക്കുകയാണ് വേണ്ടത്. സോഫിയ, നീ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നാളത്തെ അവരുടെ ആ ലോഞ്ചിങ് സെറമണി പൊളിക്കണം. അത് പറഞ്ഞിട്ട് സോഫിയ ഒന്ന് ചിരിച്ചു. സോഫിയ ചിരിക്കുന്ന കണ്ടപ്പോ സോഫിയ അറിയാവുന്ന ആളുകളൊക്കെ അമ്പരപ്പോടെ സോഫിയ തന്നെ നോക്കിയാണ്. സോഫിയ ഇതിനു മുമ്പ് അതുപോലെ സദസ്സിൽ പൊട്ടിച്ചിരിച്ചപ്പോ തറയിൽ വീണത് അനവധി തലകളാണ്. ആളുകളെ കൊന്നൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത സ്ത്രീയാണ് സോഫിയ ടോർബി എന്ന് അവിടെ ഇരിക്കുന്ന സകലർക്കും അറിയാം. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ ലൈഫിൽ നിന്ന് ഡസൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.